ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 119. ലുത്തിനായെക്കുറിച്ചുള്ള ധ്യാനങ്ങളിൽ 32. ഈ മരിയൻ ജപമാല ലുത്തിനായിലുള്ള വാഴ്ത്തുമൊഴികളിൽ 29. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം. അങ്ങനെയാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇംഗ്ലീഷ് സിംഗുലർ വെസൽ ഓഫ് ഡിവോഷൻ എന്നാണ്. സിംഗുലർ എന്നാണ്. ഈ വണ്ടർഫുൾ എന്നല്ല, വണ്ടർഫുൾ വെസൽ ഓഫ് ഡിവോഷൻ അല്ല, സിംഗുലർ വെസൽ ഓഫ് ഡിവോഷൻ. അപ്പോൾ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം അത് അത്ര നല്ല പരിഭാഷയല്ല, പക്ഷെ ഞാൻ പരമ്പരാഗത ആ പരിഭാഷ നിലനിർത്തിയിരിക്കുകയാണ്. ലത്തീനില് വാസ് ഇൻസീഞ്ഞെ ദെവോസിയോനിസ് എന്നാണ്. വാസ് ഇൻസീഞ്ഞെ ദെവോസിയോനിസ്. ശരിക്കും തർജ്ജമ, ആക്ഷരികമായി തർജ്ജമ ചെയ്താൽ ഇതപര്യന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രം എന്നാണ്. ഇതപര്യന്തം ഉണ്ടാകാത്ത, സിംഗുലർ, ചരിത്രത്തിൽ ഒരിക്കൽ മാത്രമായി സംഭവിച്ചത്, സിംഗുലർ, അതിനു മുമ്പോ പിമ്പോ ഇല്ല. അങ്ങനെയുള്ളൊരു ഭക്തിയുടെ പാത്രമാണ് മറിയമെന്നാണ്. ഇതപര്യന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ്. മറ്റാരും നൽകാത്ത വിധത്തില്, ലോകത്തില് മറ്റാരും നൽകാത്ത വിധത്തില് ദൈവവചനത്തിന് വിധേയപ്പെട്ട് സ്വയം സമർപ്പിച്ചവളാണ് മറിയം. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. അത് കേട്ടപ്പോഴാണ് ഗബ്രിയേൽ മാലാഖ അവളെ വിട്ടുപോയത്. ലൂക്കാസ് 1:38. അപ്പോൾ ഇതപര്യന്തം ഉണ്ടാകാത്ത വിധത്തിൽ, മറിയത്തിന് മുമ്പോ അതിനുശേഷമോ ഉണ്ടാകാത്ത തരത്തിൽ വചനത്തിന് മറിയം വിധേയപ്പെട്ട് സ്വയം സമർപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇതപര്യന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ് മറിയം. ആ വചനത്തിൽ തന്നെ അതിന് പൊരുളുണ്ട്. രണ്ടാമതൊരു കാരണം പറയുന്നത്, ഗർഭത്തിൽ കർത്താവിനെ വഹിക്കുന്ന മറിയത്തിന്റെ സാന്നിധ്യത്തില് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. ലൂക്കാസ് 1:41. രണ്ട് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു. ഇത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്റെ കർത്താവിന്റെ അമ്മ, ദൈവമാതാവ്. അത് മറിയത്തിന് മുമ്പ് ഒരാൾക്കും കിട്ടിയിട്ടില്ല, മറിയത്തിന് ശേഷം ഒരാൾക്ക് കിട്ടിയിട്ടില്ല, ആർക്കും കിട്ടുമില്ല. അപ്പോൾ ഈ ഇതപരിതം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമായി മറിയം മാറുകയല്ലേ. എന്റെ കർത്താവിന്റെ അമ്മ എന്നാണ് ബൈബിൾ വിളിക്കുന്നത് മറിയത്തെ. അത് ഗുരുവിന്റെ അമ്മ എന്നല്ല, കർത്താവിന്റെ അമ്മ, യാഹ്വേയുടെ അമ്മ എന്ന് തന്നെയാണ്. എന്ന് വിചാരിച്ചിട്ട് ദൈവത്തെ പ്രസവിച്ചത് മറിയമാണെന്ന് പറയരുത്. മറിച്ച് അവളിൽ നിന്ന് ജനിച്ച, മനുഷ്യനായി ജനിച്ച കുഞ്ഞ് യാഹ്വയായിരുന്നു, കർത്താവായിരുന്നു. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതപരിതം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ് മറിയം. മറിയത്തിന്റെ ഗർഭത്തിൽ കർത്താവ്, മറിയത്തിന്റെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മ നിറഞ്ഞവളായി. ഇപ്പോ ഈ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയിട്ടുള്ള ഒരു പരിശുദ്ധാത്മ നിറയാത്തതിന് കാരണം അവര് കർത്താവിന്റെ അടുത്തേക്ക് അവർ വരുന്നത് മറിയത്തിന്റെ സാന്നിധ്യത്തിലല്ല. അതുകൊണ്ടാണ് അവർക്ക് പരിശുദ്ധാത്മ നിറയാൻ പ്രയാസം നേരിടുന്നത്. മറിയത്തിന്റെ സാന്നിധ്യത്തിൽ കർത്താവിന്റെ അടുത്ത് വന്ന് നോക്കൂ, പരിശുദ്ധാത്മാവിൽ നിറയും. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. മറിയത്തോടുള്ള അത്ഭുതകരമായ ഭക്തിയോടെ എലിസബത്ത് പറയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വന്നു. ഇതെങ്ങനെ സംഭവിച്ചു? നിന്റെ അഭിവാദന ശ്രമം എന്റെ ചെവികൾ പതിച്ചപ്പോൾ ശിശു എന്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി. കർത്താവ് തന്നെ അരുളിച്ചത് നിറവേറുന്നു വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഈ ഭാഗ്യവതി, അനുഗ്രഹിക്കപ്പെട്ടവൾ, ഇതൊക്കെ നമ്മൾ ഇന്നലെ ധ്യാനിച്ചതാണ്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അത്ഭുതകരമായ ഭക്തിയോടെയാണ് എലിസബത്ത് മറിയത്തെ വിശേഷിപ്പിക്കുന്നത്. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് എലിസബത്തിന് മറിയം, നമുക്കും. ഈ ഈശോയെ മറിയം പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ മാലാഖ ആട്ടിടയന്മാര് പറയുന്ന സംഗതിയുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇത് സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷത്തിന് സദ്വാർത്തയാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ദാവീദിന്റെ പട്ടണത്തില് നിങ്ങൾക്കായി കർത്താവായി ക്രിസ്തു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്കുള്ള അടയാളം. പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തട്ടിൽ കിടത്തിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പിള്ളക്കച്ച, സ്വാഡ്ലിംഗ് ക്ലോസ്, വളരെ നൈസ് സിൽക്ക്, സീ സിൽക്ക് എന്ന് പറയും. കടലിലെ ജീവികളുടെ ഇതില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കുന്ന സിൽക്കാണ് ഈ കർത്താവിന് പൊതിഞ്ഞ വസ്ത്രം. അതുപോലെ ഈ വെറോനിക്ക കർത്താവിന് തിരുമുഖം തുടച്ചത്, ഇതൊക്കെ ഇത്തരം സിൽക്ക് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. മറിയം ഉണ്ണീശോയെ ഏറ്റവും ബെസ്റ്റ് സിൽക്ക് കൊണ്ടാണ് പൊതിഞ്ഞത്. പിള്ളക്കച്ച എന്ന് പറഞ്ഞത് അതാണ്. അതൊരടയാളമാണ്, അതൊരു വിസ്മയമാണ്. പഴയ നിയമത്തില്, ജ്ഞാനത്തിന്റെ പുസ്തകത്തില് 7:14 എന്നാണ് എന്റെ ഓർമ്മ. 7:14 അതായത് സോളമൻ പറയാണ്, ഐ വാസ് കവേർഡ് വിത്ത് സ്വാറ്റ്ലിംഗ് ക്ലോസ്. എന്നെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞു. സോളമൻ എന്ന് പറഞ്ഞ ഏറ്റവും ഗ്ലോറിയസ് രാജാവാണ്.
അതുപോലെ തന്നെയാണ് ഈശോയും പൊതിഞ്ഞത്. വിസ്മയകരമായ തരത്തിലാണ് മറിയം ഈശോയെ സംരക്ഷിച്ചത്, പരിപാലിച്ചത്. കാരണം അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ് മറിയം. അവളിൽ സംഭവിച്ചത് അവൾക്ക് മുമ്പോ അവൾക്ക് ശേഷവും അവൾക്ക് മുമ്പ് സംഭവിച്ചിട്ടില്ല, അവൾക്ക് ശേഷം സംഭവിക്കുകയില്ല. അപ്പൊ അത് അത്യന്തം ഇതപരിന്തം ഉണ്ടാകാത്ത ഒരു സംഗതിയാണ് മറിയത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അവള് ഇതപരിന്തം ഉണ്ടാകാത്ത ഭക്തിയുടെ പാത്രമാണ്. ഈ മാലാഖമാര് വന്നിട്ട് ആട്ടിയന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആട്ടിയന്മാര് പരസ്പരം എന്താ പറഞ്ഞത്? നമുക്ക് ബേദലഹം വരെ പോകാം, കർത്താവ് നാം അറിയിച്ച ഈ സംഭവം കാണാം. മാലാഖ അറിയിച്ചെന്നല്ല പറഞ്ഞത്, കർത്താവ് അറിയിച്ചത്. അവർ അതിവേഗം പോയി മറിയത്തെയും യോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും കണ്ടോ? അതൊരു വിസ്മയമാണ്. മറിയത്തെയും യോസഫിനെയും പുൽത്തൊട്ടിൽ കിടക്കുന്ന ശിശുവിനെയും. ഇന്നും ഈശോയെ കത്തോലിക്കരെ കാണുന്നത് യോസഫിന്റെയും മറിയത്തിന്റെയും സാന്നിധ്യത്തിലാണ്. മറിയം വേണ്ട യോസഫ് വേണ്ടെന്ന് പറഞ്ഞാൽ ഈശോയെ കണ്ടെത്താൻ കഴിയില്ല. തിരുവചനങ്ങളാണ് ഞാൻ പറയുന്നത്. ഇവര് പോയ ശേഷം, ഈ ആട്ടിടമാര് പോയ ശേഷം ശിശുവിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ അവരറിയിച്ചു. പോയ ശേഷമല്ല, കണ്ട ശേഷം. കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളെ പറഞ്ഞതിനെ കുറിച്ച് ആശ്ചര്യപ്പെട്ടു. ഇല്ലേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമെന്ന് പറയാൻ ഈ ആശ്ചര്യം ഇടയായിട്ടുണ്ട്. ആശ്ചര്യപ്പെട്ടു, അത്ഭുതപ്പെട്ടു ഈശോയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ. അപ്പോൾ ഈ കേട്ടവരെല്ലാം ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് മറിയം ഉൾപ്പെടെയുള്ളവര് ആശ്ചര്യപ്പെട്ടു. പക്ഷേ മറിയത്തിന്റെ ആശ്ചര്യം വഴിമാറാണ് എന്തിലേക്ക്? മറിയം ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. മറ്റുള്ളൊരു ആശ്ചര്യത്തിൽ മുഴുകിയിരുന്നപ്പോൾ മറിയം ധ്യാനത്തിലേക്ക് മാറി. അതൊരു വിസ്മയമല്ലേ? അത്ഭുതകരമായ തരത്തിൽ, ഇതപരിധി ഉണ്ടാകാത്ത തരത്തിൽ കർത്താവിന്റെ കൃപ മറിയത്തിൽ പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ ആശ്ചര്യത്തിലും അത്ഭുതത്തിലും കുടുങ്ങിക്കിടക്കാതെ വചന ധ്യാനത്തിലേക്ക് മറിയം മാറിയത്. അതൊരു അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായി സ്ത്രീക്ക് പറ്റൂ. അത് ഇനി നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് മറിയം. അവളുടെ ശുദ്ധീകരണത്തിലെ കാലം തികഞ്ഞപ്പോൾ അവർ ഈശോയെ സമർപ്പിക്കാൻ ജെറൂസലേമിലേക്ക് കൊണ്ടുപോയി. കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളാണ് മറിയമെന്ന് ലൂക്ക 1:28 നമ്മൾ അറിയിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവൾ അമലോത്ഭവയാണ്. അവൾക്ക് ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിന് ശുദ്ധീകരണം ആവശ്യമില്ല. മാത്രമല്ല ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് പാപത്തിലുള്ള ശുദ്ധീകരണവുമല്ല. പിന്നെന്താണ്? ആൺകുട്ടിയെ പ്രസവിച്ചാൽ 40 ദിവസത്തേക്ക് സ്ത്രീ അശുദ്ധയെ കണക്കാക്കപ്പെട്ടിരുന്നു. ആചാരമനുസരിച്ചുള്ള അശുദ്ധി. പെൺകുട്ടിയാണ് പ്രസവിക്കുന്നതെങ്കിൽ 80 ദിവസത്തേക്ക്. മറിയം പ്രസവിച്ചത് ആൺകുട്ടിയാണ്. അതുകൊണ്ട് 40 ദിവസത്തേക്ക് അവള് ആചാരം സംബന്ധിച്ച് ദേവാലയത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത, അതിന് പാപമല്ല, ആചാരം സംബന്ധിച്ച ഒരു അശുദ്ധി, അതിന് ശുദ്ധീകരണത്തിന് പോയി. പാപമില്ലാത്ത ഈശോ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ചത് എന്തിനാണോ അതേ അർത്ഥമാണ് ഇവിടെയും. നമ്മെ മറിയം വിസ്മയിപ്പിക്കുകയാണ്. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായ മറിയം നമ്മെ വിസ്മയിപ്പിക്കുകയാണ്. എന്തിനാ? തന്റെ മകൻ, പാപമില്ലാത്ത തന്റെ മകൻ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ചതുപോലെ അമലോത്ഭവം സൃഷ്ടിക്കപ്പെട്ട താൻ, ശുദ്ധീകരണം ആവശ്യമില്ലാത്ത താൻ ശുദ്ധീകരണത്തിന് വിധേയമാകുക. മകനെ പോലെ അമ്മ, അമ്മയെ പോലെ മകൻ. ഇതൊരു അത്ഭുതകരമായ കോമ്പിനേഷനാണ്, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം. പിന്നെ നമ്മൾ വിസ്മയിപ്പിക്കുന്ന സംഗതിയാണ് ഈ യെരൂശലേം ദേവാലയത്തിൽ നടക്കുന്നത്. ശിമിയോൻ എന്നൊരു പ്രവാചകൻ അവിടെ ഉണ്ടായിരുന്നു. നീതിമാനും ദൈവഭക്തനും ഇസ്രായേൽ ആശ്വാസനായി കാത്തിരിക്കുന്നവനുമായിരുന്നു. ദൈവത്തിന്റെ ഈ പരിശുദ്ധനെ കാണുന്നതുവരെ മരിക്കില്ലെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു. കർത്താവിന് ക്രിസ്തുവിനെ കാണുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാടുണ്ടായി. ഇതാ കർത്താവ് വന്നിരിക്കുന്നു ദേവാലയത്തിൽ. അവൻ ആത്മാവിൽ ദേവാലയത്തേക്ക് വന്നു. യേശു എന്ന പൈതലിന് വേണ്ടി ന്യായപ്രമാണ ചട്ടമനുസരിച്ച് അനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന മാതാപിതാക്കന്മാരനെ അകത്ത് കൊണ്ടു ചെന്നപ്പോൾ ശിമിയോൻ ക്രിസ്തുവിനെ കൈകളിൽ എടുത്തു, എന്നിട്ട് ദൈവത്തെ സ്തുതിച്ചു. ഇതൊരു ഭയങ്കര വിസ്മയമല്ലേ? കർത്താവായ രക്ഷകനെ ഈ ശിമിയോൻ ഇങ്ങനെ കൈകൾ എടുക്കുകയാണ്. അത് ശിമിയോന് മാത്രം മതിയോ? പോരാ. ഈ ഭാഗ്യം മറിയത്തിനും ജോസഫിനും മാത്രം മതിയോ കർത്താവിനെ ഇങ്ങനെ കൈകൾ എടുക്കാൻ? അല്ല, പുരോഹിതന്മാരെയും കർത്താവ് വാഴിച്ചതിനു വേണ്ടിയാണ്. പുരോഹിതന്മാരെ വാഴിച്ചു. എന്തിനാ? ശിമിയോനെ പോലെ, മറിയത്തെ പോലെ, യോസഫിനെ പോലെ കർത്താവിനെ കൈകൾ എടുക്കാൻ, എന്നിട്ട് ദൈവത്തെ സ്തുതിക്കാൻ. അതിനാണ് പുരോഹിതന്മാരെ വാഴിച്ചത്. എന്നിട്ട് ഈ സക്കറിയ ഒരു പാട്ടൊക്കെ പാടി. അങ്ങനെ ആ പാട്ടെല്ലാം പാടുമ്പോൾ 33 വാക്യം, ലൂക്കാസ് 2:33, ഇങ്ങനെ അവനെക്കുറിച്ച് പറയപ്പെട്ടതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. വിസ്മയം. അപ്പോ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രം മറിയം തന്നെ ആശ്ചര്യപ്പെട്ടു. ഈശോയുടെ അപ്പനും അമ്മയുമായി ജോസഫും മറിയവും ആശ്ചര്യപ്പെട്ടു.
അവര് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമാണ്. പിന്നെ ശിമിയോൻ അവനെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയോട് പറഞ്ഞു, നോക്കൂ, അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടേണ്ടതിന് ഇവനെ, നിന്റെ മകനെ, ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളത്തിനുമായി നിശ്ചയിച്ചിരിക്കുന്നു. പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും മറുത്തു പറയുന്ന അടയാളം, എതിർത്ത് പറയുന്ന അടയാളം നിശ്ചയിച്ചിരിക്കുന്നു. നമ്മുടെ കൺവെട്ടത് കാണുന്നില്ലേ എറണാകുളത്ത്? കർത്താവ് ചിലരുടെ വീഴ്ചയ്ക്ക് കാരണമാകുന്നു. എതിർപ്പിനുള്ള അടയാളമായിട്ട് കർത്താവിനെ ഈ വിമതരെ കൊണ്ട് നടക്കുന്നു. കർത്താവിനെയാണ് അവർ എതിർക്കുന്നത്. അപ്പോൾ എന്തുണ്ടാകും? മറിയമേ, നിന്റെ പ്രാണനിൽ കൂടി ഒരു വാള് തുളച്ചു കയറും. എറണാകുളത്ത് സംഭവിക്കുന്നത്, കർത്താവിനെ അവമാനിക്കുന്ന കാണുമ്പോൾ, അതിന് സഭാ നേതൃത്വം കൂട്ടുനിൽക്കുന്ന കാണുമ്പോൾ, മറിയത്തിന്റെ പ്രാണനിൽ കൂടി ഒരു വാള് തുളച്ചു കയറുകയാണ്. എന്നിട്ടും അവൾ നമ്മെ സ്നേഹിക്കുന്നു. അവളുടേത് അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമായ മറിയത്തിന്റെ രീതിയാണത്. നമ്മൾ വീണ്ടും വിസ്മയിപ്പിക്കുന്ന സംഭവം അവിടെയുണ്ട്. ഈ 7 വത്സരം ഭർത്താവിനോട് കൂടി ജീവിച്ചു. പിന്നെ 84 വത്സരം വിധവയുമായി ജീവിച്ചു. അങ്ങനെ 84 7 91 വയസ്സുള്ള ഒരു സ്ത്രീ അവിടെ വരികയാണ്. അവൾ ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തിനും പ്രാർത്ഥനയുടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ജെറൂസലേമിന്റെ വീണ്ടെടുപ്പിൽ കാത്തിന് എല്ലാവരും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. എന്തൊരു വിസ്മയമാണിത്! ഇതെല്ലാം സംഭവിക്കുന്നത് മറിയത്തിന്റെ ഗർഭത്തിലെ കുഞ്ഞ്, മറിയത്തെ സംരക്ഷിക്കുന്ന ജോസഫ്. അപ്പോ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമല്ലേ മറിയം? പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈശോയെ ദേവാലയത്തിൽ കാണാണ്ടാകുന്നു. ഒരു അമ്മയുടെ അധികാരം വെച്ച് കുഞ്ഞ് നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നു. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ട് ഈ ദൈവം തമ്പുരാനായ ഈശോ മിശിഹ ദേവാലയത്തിൽ നിന്ന് മറിയത്തോടും ജോസഫിനോട് കൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് ഈ ജോസഫിന് മരണത്തിന് വിധേയനായി ജീവിച്ചു. എന്തൊരു വിസ്മയമാണിത്! ഇക്കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ നിധിയായി സൂക്ഷിച്ചു. ദൈവം തമ്പുരാൻ മനുഷ്യനായി വന്നിട്ട് മറിയം, ജോസഫ് എന്നീ 2 പറഞ്ഞ മനുഷ്യർക്ക് വിധേയനായിട്ട് ജീവിക്കുകയാണ്. ബോസായിട്ടല്ല ജീവിച്ചത്. ദൈവം ബോസായിട്ടല്ല വന്നേ. യജമാനും ഉടമസ്ഥനുമായിട്ടല്ല, ഒരു ശിശുവായും ദാസനായും അടിമയായും. നമ്മളെ ആ പാട്ടെന്താ പാടുന്നത്? ഇത്ര ചെറുതാകാൻ എത്ര വലുതാകണം. എനിക്കും നിങ്ങൾക്കും പറ്റാതെ പോകുന്നത് ഇതാണ്. നമുക്ക് ഈ വിസ്മയം, ആശ്ചര്യം, വചനത്തിന് മുമ്പിൽ ആശ്ചര്യപ്പെടാൻ നമുക്ക് കഴിയുന്നില്ല. വിസ്മയം വരുന്നില്ല. മറിയം ഇങ്ങനെയൊക്കെ എന്തെല്ലാം രഹസ്യങ്ങളിലേക്കാണ്, ദൈവത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ് അവൾ പോയത്. എന്നിട്ടും അവൾ ഇങ്ങനെ ഇതെല്ലാം കണ്ട് വിസ്മയിക്കുകയാണ്. ഈ വിസ്മയം അറിവിലേക്ക് നയിക്കും. അറിവ് അനുഭവത്തിലേക്ക്, ആ അനുഭവം ദൈവത്തിന്റെ രഹസ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ മറിയത്തെ പോലെ വചനത്തിന് മുമ്പിൽ വിസ്മയം കൊള്ളാനും, അത് അറിവിലേക്ക് നയിക്കാനും, അറിവ് രഹസ്യത്തിലേക്ക് നയിക്കാനും, രഹസ്യം നമ്മെ ദൈവത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനും ഇടയാകട്ടെ. അതിന് ഈ തിരുവചന ജപമാല എന്ന പുസ്തകം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ധ്യാനങ്ങള്, ഈ വാഴ്ത്തുമണികളെ കുറിച്ചുള്ള ധ്യാനം ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ കൊന്ത ചൊല്ലാൻ പോകുകയാണ്. ഞാൻ ആവർത്തിക്കുകയാണ്, തിരുവചന ജപമാല ഉപയോഗിച്ച് നിങ്ങൾ കൊന്ത ചൊല്ലാനായിട്ട് ശ്രമിക്കണമെന്നും, ഇങ്ങനെ ഓരോ വാഴ്ത്തുമൊഴികളെയും കുറിച്ച് നിങ്ങൾ ഓരോ ദിവസം പറ്റുമെങ്കിൽ ഇടവക ജനത്തോട് പ്രസംഗിക്കണമെന്നും, ഈ പുസ്തകം തിരുവചന ജപമാല എന്ന പുസ്തകം പരമാവധി ഇടവകളിലൊക്കെ പ്രചരിപ്പിക്കണമെന്നും വിനീതമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. പുതിയ നിയമവചന ധ്യാനം ക്ലാസ് 40. സ്ലീഹന്മാരുടെ നടപടി 2-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് അവർക്ക് കൊടുത്ത ഭാഷണമനുസരിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ധാരാളം പേര് ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വാസ്തവത്തിൽ ഇത്. ഈ അന്യഭാഷകളിൽ സംസാരിച്ചു. ഓരോരുത്തരും തങ്ങളുടെ ഭാഷാഭേദത്തിൽ കേട്ടു. ഇതാണ് ഈ വലിയൊരു ചോദ്യമാണിത്. ഇതെങ്ങനെയാണ് പത്രോസിന്റെ പ്രസംഗം ഇങ്ങനെ 30,000 പേര് അല്ലെങ്കിൽ 3,000 പേര് മാനസാന്തരപ്പെട്ടെന്ന് ഓർക്കുക. ഈ 30,000 പേരോളം പേര് എങ്ങനെയാണ് അവരുടെ ഭാഷയിൽ കേട്ടത്? ഇതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. കൂടുതൽ നമ്മൾ കുറച്ചുകൂടി കഴിയുമ്പോൾ 8-ാമത്തെ വാക്യത്തിൽ എത്തുമ്പോൾ കുറച്ചുകൂടി വിശദമായി കിട്ടും. നമ്മളിങ്ങനെ ഓരോ വചനവും അപഗ്രഥിച്ച് പോവുകയാണല്ലോ. ഇന്ന് ഈ 4-ാമത്തെ വാക്യം നമുക്ക് അപഗ്രഥിക്കാം. അന്യഭാഷകളിൽ ഗ്രീക്കില് ഗ്ലോസ എന്നാണ്. ഗ്ലോസ നമ്മള് ഭാഷണം എന്നൊക്കെയാണ് ഇതിനർത്ഥം. ഗ്ലോസ
ഇംഗ്ലീഷില് ഗ്ലോസോലാലിയ എന്ന് പറയൂലേ, ഗ്ലോസോലാലിയ. ഭാഷയില്ലാതെ സംവദിക്കുക എന്നോ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കുക എന്നോ എന്നതിനർത്ഥം. ഗ്ലോസോലാലിയ എന്ന് പറഞ്ഞാൽ ഭാഷയില്ലാതെ സംവദിക്കുക, അല്ലെങ്കിൽ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കുക. പെട്ടെന്ന് ഉദാഹരണം പറഞ്ഞാൽ കുട്ടികള്, കൊച്ചുകുട്ടികള് ഇല്ലേ, പ്രസവിച്ചിട്ട് കുറച്ച് ദിവസങ്ങള്, ആ കുട്ടികളും അമ്മയോട് സംവദിക്കും ഇല്ലേ. അവർക്ക് ഭാഷയായിട്ടില്ല, അമ്മ അപ്പ എന്നൊന്നും പറയാറായിട്ടില്ല. പക്ഷെ ആ കുട്ടികള് അമ്മയോടും അപ്പനോടൊക്കെ സംസാരിക്കില്ലേ, സംവദിക്കില്ലേ. അതൊരു തരം ഗ്ലോസോലാലിയാണ്. ഈ ഹിന്ദു പൂജകളിൽ സംസ്കൃതം ഉപയോഗിക്കും. സാധാരണക്കാർക്ക് സംസ്കൃതം അറിയില്ല, പക്ഷെ സംസ്കൃതത്തിൽ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ഇല്ലേ, വാക്കുകൾ അർത്ഥം എന്ന് പറഞ്ഞില്ലെങ്കിലും അതൊരു പ്രാർത്ഥനയാണെന്നും അതിന് ഒരു ഒരു സാധാരണത്തിൽ കവിഞ്ഞ ഒരു അർത്ഥമുണ്ടെന്നും സാധാരണ മനസ്സിലാകും, ഭക്തർക്ക് മനസ്സിലാവും. സുറിയാനി നമ്മൾ പാട്ട് പാടുമ്പോൾ എല്ലാ വാക്കുകളും ഒന്നും നമുക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും അതിന്റെ ടോൺ കൊണ്ട്, അതിന്റെ ആ പ്രാർത്ഥനയുടെയും ആ ചാൻഡിങ് രീതി കൊണ്ട് അതിലേക്ക് നമ്മൾ അങ്ങ് ലയിക്കും. ഞാൻ പറഞ്ഞല്ലോ 10, 14, 15 രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. അവിടുത്തെ എല്ലാവർക്കും ഭാഷ നമുക്ക് അറിയില്ല. എന്നാലും അവർ പാട്ട് പാടുമ്പോൾ അവർ ലയിച്ച് പാടുന്ന കാണുമ്പോൾ ഭാഷയിലെ വാക്കുകൾ അർത്ഥം അറിഞ്ഞില്ലെങ്കിൽ പോലും നമ്മൾ ഇൻസ്പയർഡ് ആകും. ഇൻസ്പയർഡ് എന്ന് വെച്ചാൽ ശരിക്കും നമ്മൾ പരിശുദ്ധാത്മായിട്ട് ഒരു കണക്റ്റഡ്നെസ് വരും, ഈ ധ്യാനത്തിനും പ്രത്യേകിച്ചൊക്കെ. അപ്പോൾ ഭാഷയില്ലാതെ സംവദിക്കാനോ ഭാഷയ്ക്ക് അതീതമായി സംവദിക്കാനോ സംസാരിക്കാനോ കഴിയുന്നതാണ് ഈ ഗ്ലോസോലാലിയ എന്ന് പറയുന്നത്. അർത്ഥരഹിതമെന്ന് തോന്നുന്ന വാക്കുകളിലൂടെയോ നെടുവീർപ്പുകളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ ആശയം കൈമാറാൻ സാധിക്കുന്നതാണ് ഗ്ലോസോലാലിയ. അർത്ഥരഹിതമെന്ന് തോന്നുന്ന വാക്കുകളിലൂടെയോ നെടുവീർപ്പുകളിലൂടെയോ ശബ്ദങ്ങളിലൂടെയോ ആശയം കൈമാറാൻ സാധിക്കുക. കരിസ്മറ്റിക് വൃത്തങ്ങളിൽ അതിനെ ഭാഷാവരം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്, ഭാഷാവരം. പക്ഷെ അതിനേക്കാളൊക്കെ വളരെ ഉയർന്നതാണ് ഈ സംഗതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു വാക്ക് ഉപയോഗിക്കാറുണ്ട് ഗ്രീക്കില്, സെനോലാലിയ എന്നാണ് ഉപയോഗിക്കുക. സെനോലാലിയ വിവിധ ഭാഷകളിൽ, അതായത് വിദേശ ഭാഷ സംസാരിക്കാൻ കഴിയുന്നതാണ് സെനോലാലിയ. ഈ അധികം ഭാഷയില്ലാതെ അല്ലെങ്കിൽ ഭാഷയ്ക്ക് അതീതമായി സംസാരിക്കാനാണ് ഗ്ലോസോലാലിയ. മറ്റ് വിദേശ ഭാഷ സംസാരിക്കാൻ കഴിയുക. ഇപ്പൊ ഫ്രഞ്ച്, ജർമ്മൻ, പോളിഷ്, ഇംഗ്ലീഷ്, ഇപ്പം കേരളത്തിലുള്ളവർക്കാണെങ്കിൽ ഹിന്ദി, ഉത്തരേന്ത്യൻ ഭാഷ, അല്ലെങ്കിൽ തമിഴ്, അങ്ങനെ വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുന്നതാണ് സെനോലാലിയ. വിദേശ ഭാഷകൾ പഠിക്കാനും കൈകാര്യം ചെയ്യാനും സംസാരിക്കാനുമുള്ള കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതും ഒരു തരത്തിൽ ഭാഷാപരമാണ്. ഇത് രണ്ടും ഈ അന്യഭാഷകളിൽ എന്ന വാക്കിൽ ഉദ്ദേശിക്കാം. ഈ ഗ്ലോസ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോഴും സെനോലാലി എന്ന അർത്ഥവും അവിടെ ഉദ്ദേശിക്കാം. അതിന് തെളിവായിട്ട് പറയുന്നത് 8ാമത്തെ വാക്യമാണ്. 8ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത്? ഭാഷ അല്ലെങ്കിൽ ഭാഷാഭേദം എന്നർത്ഥമുള്ള ദിയലെക്തോസ് ആണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 8ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ദിയലെക്തോസ്. ഓരോരുത്തരും തങ്ങളുടെ ഭാഷാഭേദങ്ങളിൽ കേട്ടുന്നതാണ്. ഡയലക്ട് നമ്മൾ പറയും. ഇപ്പം തിരുവനന്തപുരത്തുള്ള മലയാള ഭാഷ അതൊരു ഭാഷാഭേദമാണ്. അതല്ല പാലക്കാടുള്ളത്. പാലക്കാടും തിരുവനന്തപുരത്തുള്ളതല്ല കോട്ടയത്തുള്ളത്, കോട്ടയത്തുള്ളതല്ല തൃശ്ശൂരുള്ളത്, തൃശ്ശൂരുള്ളതല്ല കാസർഗോഡുള്ളത്. അപ്പൊ ഇങ്ങനെ മലയാള ഭാഷയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് പറയുന്നത് ചിലപ്പോൾ തൃശ്ശൂരുള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല, തൃശ്ശൂർ പറയുന്നത് കോട്ടയത്തുള്ളവർക്ക് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ ഒരേ ഭാഷയാണെങ്കിലും ഭാഷാഭേദം, ഇതിനാണ് ഡയലക്ട് എന്ന് പറയണേ. അപ്പോൾ 8ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഓരോരുത്തരും തങ്ങളുടെ ഭാഷാഭേദത്തിൽ അവർ കേട്ടുന്നതാണ്. അപ്പൊ ചുരുക്കം രക്തചുരുക്കതാണ്. ഭാഷകളുടെ എല്ലാ അതിർവരമ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് വചനം മുന്നേറി. ഇതാണ് നമ്മൾ അടിവരയിട്ട് പറയേണ്ട സംഗതി. ഭാഷകളുടെ എല്ലാ അതിർവരമ്പുകളെയും അതിലംഘിച്ചുകൊണ്ട് തിരുവചനം മുന്നേറി. ഇതുമായിട്ട് ബന്ധപ്പെട്ട അപ്പോ കുറച്ച് കാര്യങ്ങൾ, ഇതിനൊന്ന് സാധൂകരിക്കാൻ വേണ്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് സൂചിപ്പിക്കാം. ദൈവത്തിന്റെ വൻ കാര്യങ്ങളാണ് അവർ അന്യഭാഷകൾ സംസാരിച്ചതെന്ന് ലൂക്കാസ് അറിയിക്കുന്നുണ്ട്. സ്ലീഹന്മാരുടെ നടപടി 1:11. ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. പത്രോസിന്റെ വചനം കേട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച വിജാതീയരും അന്യഭാഷയിൽ സംസാരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്ന് 10ാമത്തെ അധ്യായം സ്ലീഹന്മാരുടെ നടപടി 10:46 കാണാം. പൗലോസ് അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു, അവർ അന്യഭാഷയിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. സ്ലീഹന്മാരുടെ നടപടി 19:6. ഇവിടെയെല്ലാം അന്യഭാഷയിൽ സംസാരിക്കുന്നതും പ്രവചിക്കുന്നതും തമ്മിൽ താതാത്മ്യം ചെയ്തിട്ടുണ്ട്. ഇല്ലേ? അന്യഭാഷ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ പ്രവചിക്കുന്ന അർത്ഥമുണ്ട്. ഇവയെല്ലാം പെന്തക്കോസ്ത് സംഭവത്തിലേക്ക് കൈ ചൂണ്ടാണ് 10ാമത്തെ അധ്യായത്തിലും 19ാമത്തെ അധ്യായത്തിലൊക്കെ ഉള്ളത്. അതിനാൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി വചനത്തെക്കുറിച്ച് സ്പഷ്ടമായി ഗ്രഹിക്കാവുന്ന തരത്തിൽ
സംസാരിക്കുന്നതിനെയാണ് ഇവിടെ അന്യഭാഷ സംസാരിച്ചെന്ന് പറയണേ. ഒന്നുകൂടി ഞാൻ പറയാണ്, പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി വചനത്തെക്കുറിച്ച് സ്പഷ്ടമായി ഗ്രഹിക്കാവുന്ന തരത്തിൽ സംസാരിച്ചു. ഇതാണ് അന്യഭാഷ. അതേസമയം ഗ്രഹിക്കാൻ പറ്റാത്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് ഭാഷാപരം. അത് സ്ലീഹന്മാർ നടപടി 14:1 പറയുന്നുണ്ട്. അതിനാൽ വചന വ്യാഖ്യാനം എന്ന പ്രവചനം ഇല്ലാത്ത സന്ദർഭങ്ങളിൽ വചന വ്യാഖ്യാനം എന്ന പ്രവചനപരം, വചനം വ്യാഖ്യാനിക്കുന്നതാണ് പ്രവചനപരം, അതില്ലാത്ത സന്ദർഭങ്ങളിൽ ഭാഷാപരം ഉപയോഗിക്കാൻ പാടില്ല. ഇക്കാരണം കൊണ്ട് തന്നെ സുഗ്രാഹ്യമല്ലാത്ത ഭാഷാപരത്തെ വളരെ വിമർശനാത്മകമായിട്ട് പൗലോസ് സമീപിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 14:2-19 വരെ. ഭാഷാപരം എപ്പോൾ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു നിർദ്ദേശം പൗലോസിക്ക് നൽകിയിട്ടുണ്ട്. 1 കൊരിന്തോസ് 14 അധ്യായം മുഴുവൻ, ഒരു അധ്യായം മുഴുവൻ ഏതാണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് പൗലോസ് പറയണേ. സഭയില് പിന്നീട് ഭാഷാപരം പതുക്കെ നിന്ന് പോയതിന് കാരണവും പൗലോസിന്റെ കൃത്യമായ ഈ വ്യവസ്ഥകളാണ്. പിന്നെ അത് വീണ്ടും വന്നത് കരിസ്മാറ്റിക് ധ്യാനങ്ങൾ വന്നപ്പോഴാണ് വീണ്ടും അത് വന്നു. ഇപ്പൊ വീണ്ടും അത് ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഭാഷാപരം വ്യാഖ്യാനിക്കാനുള്ള വരമില്ലാത്ത ഒരാള് ഇല്ലാത്ത സമുദായത്തിൽ ഭാഷാപരം ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് പൗലോസ് പറയണേ. അപ്പൊ അത് അത്ര എളുപ്പമല്ല. ഈ ഭാഷാപരത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഒരാളെ വ്യാഖ്യാനിക്കുന്ന ആളില്ലെങ്കിൽ മിണ്ടാൻ പാടില്ലെന്നാ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരു സംഗതി. ഈ എറണാകുളത്തിന് കൊടുത്ത മറുപടിയിൽ ഈ ഭാഷകൾ ഉണ്ടായത് ബാബേൽ ഗോപുരത്തോടു കൂടിയല്ല. അതിനു മുമ്പ് 10ാമത്തെ അധ്യായത്തിൽ തന്നെ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ വിവിധ നാടുകളിൽ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. ബാബേൽ ഗോപുരത്തിന്റെ കഥ എന്ന് പറഞ്ഞ് 11ാമത്തെ അധ്യായത്തിലാണ്. 10ാമത്തെ അധ്യായത്തിൽ വിവിധ ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ബാബേൽ നഗരവും ഗോപുരം നിർമ്മിച്ചുണ്ടായ ദുരന്തം, അതെന്താണ് ദുരന്തം? അവിടെ ഒരേ ഭാഷ സംസാരിച്ചേ, പക്ഷെ ആൾക്കാർക്ക് മനസ്സിലായില്ല. വിവിധങ്ങളായ ഭാഷകള് ഉപയോഗിച്ച് മനുഷ്യകുടുംബത്തെ ചിതറിച്ചു എന്നാണ് നമുക്ക് തോന്നുക. ഉൽപ്പത്തി 11:1-9 എന്ന് വെച്ചാൽ ഒരേ ഭാഷ സംസാരിച്ചിട്ടും അവർക്ക് വിവിധ ഭാഷകളെ പോലെ തോന്നി. ഭാഷകൾ ചിതറിക്കപ്പെട്ടു. വിവിധ ഭാഷകൾ ഉപയോഗിച്ച് ദൈവം സുവിശേഷം പകർന്നു കൊടുക്കുന്നത് നോക്കിയപ്പോ അന്ന് ഒരേ ഭാഷ സംസാരിച്ചെങ്കിലും പരസ്പരം മനസ്സിലാകാതെ ഭാഷ ചിതറിക്കപ്പെട്ടു പോയി. കാരണം എന്താണ്? സ്വർഗത്തെ കോളനിവൽക്കരിക്കാനുള്ള ശ്രമമായിരുന്നു. ദൈവം വേണ്ട, പക്ഷെ സ്വർഗം വേണം. അപ്പൊ സ്വർഗത്തോളം മുട്ടുന്ന ഒരു ഗോവണി പണിയ, എന്നിട്ട് സ്വർഗം കോളനിവൽക്കരിക്കുക. ചന്ദ്രനിൽ പോയിട്ട് ചൊവ്വയിലൊക്കെ പോയിട്ട് കോളനിവൽക്കരിക്കുന്ന പോലെ സ്വർഗത്തിൽ പോയി ദൈവത്തെ മാറ്റിയിട്ട് ദൈവമില്ലാത്ത സ്വർഗത്തിൽ പോയിട്ട് അവിടെ കോളനിവൽക്കരിക്കുക. ബുദ്ധമതത്തിന്റെ നിർമ്മാണം, ദൈവമില്ല പക്ഷെ സ്വർഗമുണ്ട്, നിർമ്മാണമുണ്ട്. അതൊരു അത്തൈസ്റ്റിക് ഫിലോസഫിയാണ്, നിരീശ്വരവാദമാണ് ഈ ബുദ്ധമതം. അതുകൊണ്ടാണ് നിരീശ്വരന്മാർക്ക് വലിയ ഇഷ്ടമാണ് ഈ ബുദ്ധമതത്തെ. കാരണം എന്താണ്? ദൈവമില്ല, സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗത്തെ ഒരു കോളനിവൽക്കരിക്കാൻ പറ്റുന്ന ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അവർ സ്വീകരിക്കുകയാണ്. ഇത് കണ്ടപ്പോഴാണ് ദൈവം ഒരേ ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഭാഷ ചിതറിച്ചു. എന്നിട്ട് ഇപ്പോ വിവിധ ഭാഷയിൽ സംസാരിക്കുന്ന ആളുകൾ ഒരേ സംഗതി കേട്ട് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ അവർ മാനസാന്തരപ്പെടുന്നു. ദൈവം തന്റെ കുടുംബത്തെ ശേഖരിക്കുകയാണ് ഈ വിവിധ നാടുകളിൽ നിന്ന്. പരിശുദ്ധാത്മാവിൽ ആറാടി നിന്ന അപ്പസ്തോലന്മാര് തങ്ങളുടെ സ്വന്തം ഭാഷ സംസാരിക്കുന്നെങ്കിലും സകല ജനപദങ്ങളിൽ നിന്ന യഹൂദര് അവിടെ വന്നത് എല്ലാവരും യഹൂദന്മാരാന്ന് ഓർക്കണേ. അന്യഭാഷ സംസാരിച്ചെന്ന് പറഞ്ഞാലും വന്നത് മുഴുവൻ യഹൂദന്മാരാ. വിവിധ രാജ്യങ്ങളിൽ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരാണ് പെന്തക്കോസ്തയ്ക്ക് വന്നത്. അതുകൊണ്ട് വിവിധ മതക്കാരല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന യഹൂദന്മാരാണ് പത്രോസിന്റെ പ്രസംഗം കേട്ടത്. മാനസാന്തരപ്പെട്ടവരെല്ലാവരും തന്നെ യഹൂദന്മാരായിരുന്നു ആദ്യത്തെ സമൂഹം. അപ്പോൾ തങ്ങളുടെ ഭാഷാഭേദങ്ങളില്, അതായത് തിരുവനന്തപുരത്തും പാലക്കാടും കാസർഗോഡും തൃശ്ശൂരും കോട്ടയത്തൊക്കെ ഉള്ള, അങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, വിവിധ സ്ഥലത്തുള്ള ഒരേ മതത്തിൽപ്പെട്ട യഹൂദന്മാര് വിവിധ രാജ്യങ്ങൾ പാർക്കുന്നവര്, ആ രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് കാണാം. അവര് തങ്ങളുടെ ഭാഷാഭേദത്തിൽ കേട്ട് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് പ്രധാനമായിട്ട്. ഈ പരിശുദ്ധാത്മാവും ഈ കൃപാവരങ്ങളും ക്രിസ്തുവിന്റെ അപ്പസ്തോലന്മാരും ആദിമ സമൂഹവും സ്വീകരിച്ച പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ രത്ന ചുരുക്കമാണ് ലൂക്ക ഇവിടെ അവതരിപ്പിക്കുന്നത്. വീര്യപ്രവർത്തികൾ, പവർഫുൾ ആക്ട്സ്, അത്ഭുതങ്ങൾ, മിറാക്കിൾസ്, അതീന്ദ്രിയ അനുഭവങ്ങൾ, മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്, വിസ്മയം ജനിപ്പിക്കുന്ന ഉൾക്കാഴ്ചകൾ, ഉദാത്തമായ ഭാഷണം, ഇവയൊക്കെ ആദിമസഭയിലുണ്ടായിരുന്നു. സത്യത്തില് വിജാതീയരുടെ യവന മതങ്ങളിലും ഇവയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അവയെ കരിസ്മാത്ത എന്നാണ് വിളിച്ചിരുന്നത് പണ്ട്. കൃപാവരം, വരദാനം എന്നൊക്കെ ഭാഷപ്പെടുത്തുന്നു. എന്നാൽ
ഈ കൃപാവരങ്ങളിലല്ല അവയിലൂടെയും അവയില്ലാതെയും ക്രൈസ്തവ ദൗത്യം മുന്നേറുന്നതിന്റെ ബലതന്ത്രമാണ് ലൂക്കാസ് വരച്ചു വയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിന് തുണയില്ലാതെ വരദാനങ്ങൾ ഉപയോഗിച്ച യവന മതങ്ങൾ അന്യം നിന്ന് പോയി. പരിശുദ്ധാത്മാവിന് തുണയിൽ വരദാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വചനം മുന്നേറും, ക്രിസ്തുധർമ്മം മുന്നേറും. ഇതാണ് ലൂക്കാസ് പറഞ്ഞു വെക്കുന്നത്. ലൂക്കാസ് ഇതാണ് പറഞ്ഞു വെക്കുന്നത് എന്ന് വ്യക്തമാക്കാൻ, സ്ഥിരീകരിക്കാൻ ഞാൻ ചില വചനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്ലീഹന്മാർ നടപടി 4:8. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. സ്ലീഹന്മാർ നടപടി 4:31. സ്തെഫാനോസ് സംസാരിച്ച ജനത്തോടും ആത്മാവോടും എതിർത്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സ്ലീഹന്മാർ നടപടി 6:10. രഥത്തോട് ചേർന്ന് നടക്കുക എന്ന് പരിശുദ്ധാത്മാവ് പീലിപ്പോസിനോട് പറഞ്ഞു. സ്ലീഹന്മാർ നടപടി 8:29. ആത്മാവ് പീലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. സ്ലീഹന്മാർ നടപടി 8:39. പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങി ചെല്ലുക. സ്ലീഹന്മാർ നടപടി 10, 19, 20. ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാൻ ആത്മാവ് എന്നോട് കൽപ്പിച്ചു, പത്രോസിനോട് കൽപ്പിച്ചു. സ്ലീഹന്മാർ നടപടി 11, 12. അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈകൾ വെച്ച് അവരെ പറഞ്ഞയച്ചു. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. സ്ലീഹന്മാർ നടപടി 13, 2 മുതൽ 4 വരെ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ജെറൂസലമിലേക്ക് പോകുന്നു. ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി. സ്ലീഹന്മാർ നടപടി 20, 22. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. സ്ലീഹന്മാർ നടപടി 20, 23 പൗലോസ് പറയുന്നതാ. അവർ പൗലോസിനോട് യെരൂശലേമിൽ പോകരുത് എന്ന് ആത്മാവിനാൽ പറഞ്ഞു. 21:4. അഗബോസ് എന്ന പ്രവാചകൻ ഞങ്ങളുടെ അടുക്കൽ വന്ന് പൗലോസിന്റെ അരക്കച്ച എടുത്ത് തന്റെ കൈകാലുകൾ കെട്ടി. എന്നിട്ട് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യഹൂദന്മാർ യെരൂശലേമിൽ ഇങ്ങനെ കെട്ടി വിജാതിയുടെ കൈകളിൽ ഏൽപ്പിക്കും എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അപ്പൊ ഇതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നതാണ്. ഇതൊക്കെ തിരുവചനങ്ങളാണ്. ഈ നിരീക്ഷണ വെളിച്ചത്തില് നമുക്ക് ചില നിഗമനങ്ങളെത്താം. 1, ദൈവിക പദ്ധതി അനുസരിച്ചുള്ള ക്രൈസ്തവ മുന്നേറ്റത്തിന്റെ ബലതന്ത്രം, ഡൈനാമിക്സ് അഥവാ ചാലക ശക്തി, ഡ്രൈവിംഗ് ഫോഴ്സ് പരിശുദ്ധാത്മാവാണ്. ആത്മാവ് പിന്നിൽ നിന്ന് തള്ളുന്നില്ലെങ്കിൽ സഭ മുന്നോട്ട് പോകില്ല. ആത്മാവ് പിന്നിൽ നിന്ന് തള്ളുന്നില്ലെങ്കിൽ സഭ മുന്നോട്ട് പോകില്ല. ആത്മാവിനെ തള്ളലില്ലാത്ത ഏത് പ്രവർത്തനവും മാനുഷിക ശക്തിയിൽ മാത്രം ആശ്രയിക്കുന്നതാണ്. അതിന് അധിക നാൾ മുന്നോട്ട് പോകാനാവില്ല. യേശുവിന്റെ ശുശ്രൂഷയെ നയിച്ചിരുന്നത് ആ പരിശുദ്ധാത്മാവാണ്. ഏത് പരിശുദ്ധാത്മാവ്? അവൻ ഏത് പരിശുദ്ധാത്മാവ് ജനിച്ചുവോ, ഏത് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടുവോ ആ പരിശുദ്ധാത്മാവ്. ലൂക്കാസ് 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. അതേ ആത്മാവാണ് സ്ലീഹന്മാരിലും പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് മുമ്പും പിമ്പും പരിശുദ്ധ തൃത്വത്തിലെ 3-ാമത്തെ ആളായ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനായിരുന്നു. എങ്കിലും സഭയ്ക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനെ യേശുക്രിസ്തുവിന്റെ ആത്മാവെന്നാണ് വിളിക്കുക. സ്ലീഹന്മാർ നടപടി 16:7, ഫിലിപ്പി ലേഖനം 1:19. അതായത് സ്വർഗത്തിൽ ദൈവപിതാവിന്റെ വലത്ത ഭാഗത്ത് ഉപവിഷ്ടനായ കർത്താവ് തന്റെ ആത്മാവിന് സഭയ്ക്ക് നൽകിക്കൊണ്ട് ഇഹലോകത്തിൽ തന്റെ സാക്ഷികളിലൂടെ പ്രവർത്തിക്കുന്നു. 2:33 സ്ലീഹന്മാരുടെ നടപടി. അതെ, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവാണ് സഭ. അതിനുള്ളൊരു പ്രത്യക്ഷ തെളിവ് ഹാജരാക്കുകയാണ് അന്യഭാഷകളിലുള്ള വചന വ്യാഖ്യാനം. എന്നെ യൂറോപ്പിലെ പല സ്ഥലത്തെല്ലാം കൊണ്ടുപോകുമ്പോൾ എനിക്ക് ട്രാൻസ്ലേറ്റർ ഉണ്ട് വിവിധ രാജ്യങ്ങളിൽ. അപ്പോ മോശ, അഹറോൻ എന്നാണ് അവര് ഇങ്ങനെ തരതമം ചെയ്യുക. മോശ പ്രസംഗിച്ചെങ്കിലും അഹറോനാണ് അത് കറക്റ്റായിട്ട് ഫറവോയോട് പറഞ്ഞത്, ജനങ്ങളോടും പറഞ്ഞത്. മോശെ പറയുന്നെങ്കിലും അത് വ്യാഖ്യാനിക്കാൻ അഹറോൻ ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, ഞാനൊരു ഭാഷ സംസാരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാഷയിൽ കേൾക്കുന്നു, അതിന് കാരണം ഒരു ട്രാൻസ്ലേറ്റർ ഉള്ളതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഒരു സഹായമായിട്ടാണ് ട്രാൻസ്ലേറ്റർ ഞാൻ പരിചയപ്പെടുത്തണേ. അപ്പോൾ ഭാഷയ്ക്ക് അതീതമായിട്ട് നമ്മുടെ നാട്ടിൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതായത് ഇവിടുത്തെ ഭാഷകളൊന്നും അറിയാത്ത ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്ററെ വെച്ച് അവർ കേൾക്കുകയാണ്. നമ്മൾ ഇടവക ധ്യാനങ്ങളും മച്ചമാർ ധ്യാനവും സിസ്റ്റേഴ്സൺ ധ്യാനവും ഒക്കെയുണ്ട്, കരിസ്മാറ്റിക് ഗ്രൂപ്പിലെ ധ്യാനവും വിവിധ കോൺഫറൻസിലും ഒക്കെയുണ്ട്. ട്രാൻസ്ലേറ്റർ വെച്ച് അവർ കേൾക്കുകയാണ്. അത് വചനത്തോടുള്ള ദാഹം കൊണ്ടാണ്.
വചനത്തോട് വചനത്തിന് ആഴത്തിലേക്ക് പോകാൻ യേശുക്രിസ്തുമായുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് സഹായിക്കുന്നതാണ്. നമ്മൾ ഈ വചനത്തിന്റെ തൊലിപ്പുറത്ത് നിന്നാൽ യേശുക്രിസ്തുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല. വചനത്തിന് ആഴത്തിലേക്ക് പോകിയാലാണ്, അവിടെയാണ് ആ പാറപ്പുറത്താണ്, ദൈവം എന്ന പാറപ്പുറത്താണ് വെച്ചാണ് നമുക്ക് കൂടിക്കാഴ്ച നടക്കുകയുള്ളൂ. അതുകൊണ്ട് ആഴത്തിൽ കുഴികുഴിച്ച് ഇല്ലേ, പാറപ്പുറത്ത് അടിസ്ഥാനം വരുന്നതാണ് വാസ്തവത്തിൽ വിശ്വാസം എന്ന് പറയണേ. അത്രയും താഴോട്ട് പോയാലാണ്, വചനത്തിന്റെ ആഴത്തിലേക്ക് പോയാലാണ് യേശുക്രിസ്തുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടക്കുക. അത് നടക്കാനുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്നത്. അന്യഭാഷകൾ സംസാരിക്കുന്ന ഒരു തെളിവായിട്ട് കണക്കാക്കാണ് വചനത്തിന്റെ മുന്നേറ്റത്തിന്. രണ്ടാമത്തെ കാര്യം, വചനത്തിന് ശുശ്രൂഷ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിലാണ്. ആ സാന്നിധ്യം പലതരത്തിലാകാം. ആത്മാവായും അഗ്നിയായും കാറ്റായും പരിശുദ്ധാത്മാവ് വരുന്നതിന്റെ പൊരുൾ അതാണ്. ചിലപ്പോൾ ദൃശ്യമായും ചിലപ്പോൾ അദൃശ്യമായും പരിശുദ്ധാത്മാവ് വരും. കാറ്റ് അതിന് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു, നീ അതിന് ശബ്ദം മാത്രം കേൾക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നോ എവിടേക്ക് പോകുന്നു നീ അറിയുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിയായും കാറ്റായും പിന്നെ ആത്മാവായും ഒക്കെ വരും. ചിലപ്പോൾ ദൃശ്യനായും അദൃശ്യനായും. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ പരിമിതികളില്ല, അതിർത്തികളില്ല. 3, രക്ഷാചരിത്രത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ലോകത്തെ വേറൊരു രീതിയിൽ കാണാനുള്ള അകക്കണ്ണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. മനുഷ്യരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകുന്നു പരിശുദ്ധാത്മാവ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ കുറെ ഉയർന്ന ഒരു ഭ്രമണപഥത്തിലേക്ക് പോകുന്നതായിരിക്കും, കുറെ ഉയർന്നു പോകുകയാണ്. അപ്പൊ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാകും. ഈ ഭൂമിയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച് വേറൊരു പെർസ്പെക്റ്റീവ്, വേറൊരു വീക്ഷണകോണ്. ഇങ്ങനെ നമ്മുടെ ഈ ഇപ്പോഴത്തെ ചരിത്രം ഉണ്ടല്ലോ, നമ്മുടെ ഈ ഭൂമിയിലുള്ള ചരിത്രം, നമ്മൾ ഭൂമിയിലായിരിക്കും ചരിത്രം, അതൊരു ഒരു വീക്ഷണമാണ്. കുറേ മുകളിലേക്ക് പോയിട്ട് ഇത് നോക്കുമ്പോൾ മറ്റൊരു വീക്ഷണമാണ്. ഇങ്ങനെ ആത്മീയമായിട്ട് മുകളിലേക്ക് പോകുന്നത് വിചാരിക്കാം, അതിനാണ് വിശ്വാസം എന്ന് പറയണേ. കുറേ മുകളിലേക്ക് പോയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ വീക്ഷണം മാറുന്നത് പോലെ രക്ഷാചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം മാറും. വിശ്വാസത്തിന്റെ ഈ ചിറകുകൾ ഉപയോഗിച്ച് മുകളിലേക്ക് പോയാൽ നമുക്ക് സത്യത്തിലേക്ക് പറക്കാൻ 2 ചിറകുകൾ വേണമെന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിച്ചത്. ഒന്ന് യുക്തി, മറ്റൊന്ന് വിശ്വാസം. യുക്തിയും വിശ്വാസവും 2 ചിറകുകളാണ് സത്യത്തിലേക്ക് പറക്കാൻ. യുക്തി മാത്രം ഉപയോഗിച്ചാൽ, നമ്മൾ ഒരു ചിറക് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പറക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ ഒരു വിഷമവൃത്തത്തിൽ കറങ്ങുകയുള്ളൂ. വിശ്വാസം മാത്രം ഉപയോഗിച്ചാലും അങ്ങനെ കറങ്ങുകയുള്ളൂ. വിശ്വാസം യുക്തിയും ഉപയോഗിച്ചാൽ, യുക്തി ഉപയോഗിച്ച് ഇഹലോകത്തിലെ കാര്യങ്ങളും വിശ്വാസം ഉപയോഗിച്ച് പരലോകത്തിലെ കാര്യങ്ങളും മനസ്സിലാകും. 2 വീക്ഷണങ്ങൾ ചേരുമ്പോൾ എല്ലാം തികഞ്ഞൊരു വീക്ഷണം ഉണ്ടാകും. അത് കാണാനുള്ള അകക്കണ്ണ് നൽകുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. വിശ്വാസത്തിന്റെ അകക്കണ്ണ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ കാണാൻ പറ്റും. അച്ഛൻ എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടുന്നത് ഈ എറണാകുളത്തെ പ്രശ്നങ്ങൾക്ക് എതിരിടാൻ എന്ന് പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ സത്യമാണ് പറയുന്നത് എന്നുള്ള ബോധ്യം. അപ്പൊ സത്യത്തിന് അതിന്റെ ഉള്ളിൽ തന്നെ കരുത്തുണ്ട്. 2, ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കാൻ പോകാന്ന് ഒരു വീക്ഷണം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ കടന്ന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഏകദേശം ഒരു വീക്ഷണം കർത്താവ് എനിക്ക് നൽകിയിട്ടുണ്ട്. അത് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്രത്യാശയോടുകൂടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, വചനം പ്രഘോഷിക്കുന്നത്. സത്യം നീ പറഞ്ഞുകൊണ്ടിരിക്കുക, വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ സമയത്ത് ഞാൻ മാറ്റം കൊണ്ടുവരാം എന്നാണ് കർത്താവ് നമ്മളോട് പറയണേ. ആ ഒരു പ്രത്യാശ എനിക്കുണ്ട്. അപ്പോ പരിശുദ്ധാൽ അകക്കണ്ണ് എല്ലാ തരത്തിലും ഉണ്ടെന്നുള്ള അർത്ഥത്തല്ല ഞാൻ പറയുന്നത്, ചെറിയ തോതിൽ. അപ്പോ ലോകത്തെ, സഭാചരിത്രത്തെ, രക്ഷാചരിത്രത്തെ വേറൊരു കണ്ണിലൂടെ കാണാനുള്ള അകക്കണ്ണ് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. 4-മത്തെ ഒരു കാര്യം, വചനപ്രഘോഷണം ഫലപ്രദവും സ്ഥായിയും സ്വതന്ത്രവുമാക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. എത്ര നല്ല വചനപ്രഘോഷകനായാലും ആത്മാവിന്റെ ശക്തിയിലല്ല പ്രസംഗിക്കുന്നതെങ്കിൽ അത് വെറും വാചകമടിയാണ്, ഫലം ചൂടില്ല. പ്രഘോഷണം ധനാഗമ മാർഗമായി അധപതിക്കാനും അത് ഇടയാക്കും. അപ്പോൾ വചനപ്രഘോഷണം ഫലപ്രദമാകണം, സ്ഥായിയാകണം, സ്വതന്ത്രമാകണം. ഇത് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ വെറും വാചകമടി മാത്രമായിട്ട് മാറും. ഈ സുവിശേഷത്തിന്റെ ശക്തി വചനപ്രഘോഷകനല്ല, വചനമാണ്. സുവിശേഷമാണ് രക്ഷയുടെ ശക്തി. സുവിശേഷം, വചനപ്രഘോഷകനല്ല. 5, വചനപ്രഘോഷണത്തെ അകമ്പടി സേവിക്കുന്ന അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, അത്യസാധാരണ സംഭവങ്ങൾ, ചില നിമിത്തങ്ങൾ എന്നിവയുടെ പൊരുളുകൾ വ്യാഖ്യാനിച്ചു തരുന്നതും ആത്മാവ് തന്നെയാണ്. വ്യാഖ്യാനിക്കാനുള്ള വരത്തെയാണ് പ്രവചനപരമെന്ന് പുതിയ നിയമത്തിൽ പറയുന്നത്. 1 കൊരിന്ത്യർ 14 അതാണ് പറയുന്നത്. അപ്പോൾ വചനപ്രഘോഷത്തെ അകമ്പടി സേവിക്കുന്ന ചില അടയാളങ്ങൾ ഉണ്ടാവും,
ചില നിമിത്തങ്ങളുണ്ടാവും, ചില അത്ഭുതങ്ങളുണ്ടാവും, ചില വീര്യപ്രവൃത്തികളുണ്ടാവും, അത്യസാധാരണ സംഭവങ്ങളുണ്ടാകാം. ചിലപ്പോൾ അല്ലേ ചില ദർശനപരമൊക്കെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എല്ലാ ദർശനവരും പരിശുദ്ധാത്മാവിൽ ആകണമെന്നില്ല. അപ്പോൾ ഈ വ്യാഖ്യാനത്തെ വചന പ്രഘോഷണത്തെ അകമ്പടി സേവിക്കുന്ന അടയാളങ്ങൾ നിഷേധിക്കേണ്ടതില്ല. പക്ഷേ അത് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായിട്ട് മാറണം. ഇല്ലെങ്കിൽ വെറും ഈ കച്ചവടമായിട്ട് മാറും. പ്രാർത്ഥിക്കുക, അത്ഭുതം കിട്ടുക, പോകുക, അത്ഭുത രോഗശാന്തി കിട്ടുക, പോകുക. അങ്ങനെ കർത്താവ് ചെയ്തിട്ടില്ല. കർത്താവിൽ നിന്ന് രോഗശാന്തി പ്രാപിച്ച മിക്കവരും കർത്താവിനെ അനുഗമിച്ചു. അവർക്ക് കുരിശുമരണത്തിന്റെ നാളില് ഉറച്ചു നിൽക്കാനും കഴിഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മ വന്നപ്പോൾ അവർ കർത്താവിന്റെ പിന്നാലെ പോയി. അപ്പോൾ ഈ രോഗശാന്തി കിട്ടിയവരൊക്കെ കർത്താവിന്റെ ശിഷ്യന്മാരായി മാറുക എന്നുള്ളതാണ് പോയിന്റ്. രോഗശാന്തി കിട്ടി സുഖം അല്ലേ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയല്ല, അവന്റെ ദൈവരാജ്യത്തിന്റെ പ്രഘോഷകരായി മാറാൻ വേണ്ടിയാണ് അവൻ രോഗശാന്തി കൊടുക്കുന്നത്. അല്ലാതെ എല്ലാവർക്കും രോഗശാന്തി കൊടുക്കുന്നില്ല. 6. സഭയുടെ കവാടം അഗ്രചർമ്മികൾക്ക്. അഗ്രചർമ്മി എന്ന് പറഞ്ഞാല് ഈ യഹൂദന്മാര് ലിംഗത്തിന്റെ അഗ്രചർമ്മം വെട്ടിക്കളഞ്ഞിരുന്നു, മുറിച്ചു കളഞ്ഞിരുന്നു, പരിച്ഛേദിതം. അപ്പോ അഗ്രം മുറിച്ചവരാണ്. അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ അവിടെ ചർമ്മമുള്ളവര്, വിജാതികര്. അവർക്ക് തുറന്നു കൊടുക്കാൻ പ്രേരിപ്പിച്ച സംഭവത്തിലേക്ക് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. സ്ലീഹന്മാർ അവിടെ 10, 19, 11, 12, 15, 22, 28. അതായത് വിജാതിയർക്കും സുവിശേഷം വേണമെന്ന് കർത്താവ് സിറിയയിലേക്ക് പോയി അത് അവരെ പഠിപ്പിച്ചെങ്കിലും അവർക്ക് മുഴുവൻ ഗ്രഹിക്കാൻ പറ്റിയിട്ടില്ല. അത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് സഭയുടെ കവാടം ഈ വിജാതിയർക്ക്, അഗ്രചർമ്മികൾക്ക് തുറന്നു കൊടുക്കണം. ഭാഷയുടെ അതിർത്തികൾ കവച്ചു വെച്ചതുപോലെ മതങ്ങളുടെയും സംസ്കൃതികളുടെയും അതിരുകളെ ഭേദിച്ച് മുന്നേറുന്നത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ഭാഷയുടെ അതിർത്തികൾ കവച്ചു വെച്ചു പെന്തക്കോസ്തായില്. അതുപോലെ മതങ്ങളുടെയും സംസ്കൃതികളെയും അതിരുകളെയും ദേശരാഷ്ട്രങ്ങൾ അതിരുകളെ ഭേദിച്ച് വചനം മുന്നേറുന്നത് പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുമ്പോൾ മാത്രമാണ്. അവസാനമായിട്ട് വിവിധ ജാതി, വംശ, വർണ്ണ, വർഗക്കാരായ മനുഷ്യരെ ഒന്നിപ്പിക്കുന്ന ശക്തി പരിശുദ്ധാത്മാവാണ്. ആത്മാവില്ലാത്തടത്ത് ഒരേ ഭാഷ സംസാരിച്ചാലും പരസ്പരം മനസ്സിലാകില്ല. ആത്മാവ് ഉണ്ടെങ്കിലോ ഭാഷ ഐക്യത്തിൻ്റെതാകും. നമുക്ക് എന്തുമാത്രം ഡൈവോഴ്സ് കേസുകളാണ് നമ്മൾ ഓരോ ദിവസം കേൾക്കുന്നത്. ഭാര്യയും ഭർത്താവും സംസാരിക്കുന്ന ഒരേ ഭാഷയാണ്, മാതാപിതാക്കളും മക്കളും സംസാരിക്കുന്ന ഒരേ ഭാഷയാണ്, പക്ഷെ പരസ്പരം മനസ്സിലാകുന്നുണ്ടോ? എന്തേ മനസ്സിലാകാത്തേ? ഭാര്യ പറഞ്ഞ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും മനസ്സിലാകുന്നില്ല, മാതാപിതാക്കൾ പറഞ്ഞ മക്കൾക്കോ മക്കൾ പറഞ്ഞ മാതാപിതാക്കളോ മനസ്സിലാകുന്നില്ല. എന്താണ് പ്രശ്നം? പ്രധാനപ്പെട്ട പ്രശ്നം പരിശുദ്ധാത്മാവിന്റെ ഐക്യതയില്ല എന്നാണ്. പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായിട്ടല്ല സംസാരിക്കുന്നതെന്നാണ്. സ്വാർത്ഥഭേദമായി സംസാരിക്കുമ്പോൾ ഒരേ ഭാഷ സംസാരിച്ചാലും മനസ്സിലാകില്ല. സ്വാർത്ഥതയില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സംസാരിക്കുമ്പോൾ ഭാഷ തന്നെ വേണ്ടിവരില്ല പരസ്പരം മനസ്സിലാക്കാൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ പെന്തക്കോസ്തായിലെ അനുഭവം നമുക്ക് പങ്കുവെച്ചു തരുന്നത്. അന്യഭാഷ സംസാരിച്ചിട്ടും അവർക്കെല്ലാം മനസ്സിലാകുന്നതിന്റെ പൊരുളുകളാണ് ഈ പറഞ്ഞതൊക്കെ, അതിന്റെ പൊരുളുകളാണ്. അപ്പോൾ വെറും അത്ഭുതം മാത്രമല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം ഇങ്ങനെ വളരെ വിശദീകരിച്ച് പറഞ്ഞത്. മാത്രമല്ല ഇത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ നിങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കുമോ എന്ന് പേടിയുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ചുരുക്കിയാണ് പറയണേ, എന്നിട്ടും അരമണിക്കൂറോളം ആവാറായി. അപ്പൊ നിങ്ങൾ 2, 3, 4 പ്രാവശ്യമൊക്കെ കേട്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇതൊക്കെ വെച്ച് പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കും പരിശുദ്ധാത്മാവിന്റെ തുണയില് കൂടുതൽ ഉൾക്കാഴ്ചകൾ ഉണ്ടാകും എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നമ്മൾ വട്ടോളിയച്ചന്റെ രാജിക്കത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. അത് വട്ടോളിയച്ചനെ കൊടുക്കുന്ന ഒരു മറുപടിയോ വട്ടോളിയച്ചന് മാത്രം കൊടുക്കുന്ന മറുപടിയോ അല്ല. വട്ടോളിയച്ചൻ പ്രതിനിധാനം ചെയ്യുന്ന പാപ്പാവിരുദ്ധരും സഭാവിരുദ്ധരും സുറിയാനി സഭയെ ഒറ്റിക്കൊടുക്കുന്നവരുമായ വിമത വൈദികര്, മുന്നേറ്റക്കാര്, അവരെ സപ്പോർട്ട് ചെയ്യുന്ന മെത്രാന്മാര്, അവർക്കെല്ലാമുള്ള മറുപടിയാണ്. നമുക്ക് വട്ടോളിയുടെ രാജിക്കത്ത് അവര് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ രേഖാമൂലം നമ്മുടെ കയ്യിൽ കിട്ടി. അത് അടിസ്ഥാനമാക്കി പറയുന്നത് വട്ടോളിയെ വലുതാക്കാനോ വട്ടോളിക്ക് കൊടുക്കുന്ന മറുപടിയോ ഒന്നുമല്ല. വട്ടോളിക്കുണ്ട് മറുപടി. വട്ടോളി അടക്കമുള്ള വിമത വൈദികർക്കും മുന്നേറ്റക്കാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് മെത്രാന്മാരുണ്ട്, അവർക്കൊക്കെയുള്ള മറുപടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണമെന്നും നമുക്ക് ഇനിയും ഇത് ആവശ്യം വരും. കാരണം ഇത്തരം വ്യാജ പ്രബോധനങ്ങൾ
ഈ വിമതരുടെ വ്യാജ പ്രബോധനങ്ങള്, കള്ളപ്രവാചകന്മാരുടെ രീതികള് ധാരാളം ഇനിയും വരും. അപ്പൊ നമുക്ക് സത്യവിശ്വാസം പഠിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ കണ്ട് ഇത് വായിച്ച് കേട്ട് പഠിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ 12ാമത്തെ കാരണം, 12ാമത്തെ, ഭൂമി കുംഭകോണത്തിനെതിരെയുള്ള സമരത്തിലൂടെയും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപത. പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും നമ്മൾ ഉണ്ടാക്കി. അതോടൊപ്പം പരമപ്രധാനമായൊരു സംഗതി നമ്മൾ നന്നായി ചിന്തിക്കേണ്ടതാണ്. മെത്രാന്മാരും സിനഡും അധാർമികമായി ഏകാധിപത്യപരമായി പ്രവർത്തിക്കുന്നത് അവരുടെ വ്യക്തിപരമായ കുഴപ്പം കൊണ്ട് മാത്രമല്ല. ഒരാൾ മെത്രാനായി പ്രവർത്തിക്കുന്ന വ്യവസ്ഥിതി ഏകാധിപത്യപരമാണ്, അധികാര കേന്ദ്രീകൃതമാണ്, തിരുവായിക്ക് എതിർവാ ഇല്ലാത്തതാണ്, ചോദ്യം ചെയ്യപ്പെടില്ലാത്തതാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ബാധ്യതയും ഇല്ലാത്തതാണ്, നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാത്തതാണ്. നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളെ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീഞ്ഞഴുകുന്നതുമായ ഒരു വ്യവസ്ഥിതിയാണിത്. ഈ വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെയേ പ്രവർത്തിക്കാൻ പറ്റൂ, അവൻ എത്ര വിശുദ്ധനാണെങ്കിലും. കത്തോലിക്ക സഭയിലെ മൊത്തം പ്രശ്നങ്ങൾ ഈ വ്യവസ്ഥിതിയുടെ പ്രശ്നമാണെന്നും ഒരു മാർപ്പാപ്പിയോ ഒരു മെത്രാനോ അല്ലെങ്കിൽ ഒരു വൈദികനല്ല മെത്രാന്മാർ വിചാരിച്ചാലൊന്നും മാറ്റം സംഭവിക്കില്ല. വ്യവസ്ഥിതി, അതായത് കർത്താവ് യേശു മിശിഹ സ്ഥാപിച്ച വ്യവസ്ഥിതി ചീഞ്ഞു നാറുന്നതാണ്, ചീഞ്ഞഴുകുന്നതാണ്. ഇതിനേക്കാൾ പിന്തിരിപ്പനായ ഒരു വ്യവസ്ഥിതി ലോകത്തില്ല എന്നാണ് ഈ വട്ടോളിയും വിമതരും പറഞ്ഞു വയ്ക്കുന്നത്. അതിന് പറയുന്ന കാരണം എന്താണ്? നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീഞ്ഞഴുകുന്നതുമായ ഒരു വ്യവസ്ഥതയാണിത്. നമുക്കിതിലേക്ക് വരാം. അതിനു മുമ്പ് ഈ ചില കാര്യങ്ങൾ, ഈ അദ്ദേഹം പറയുന്ന ചില സംഗതികൾ, അതിനകത്തൊരു സത്യമായ ചില സംഗതികളുണ്ട്. ഭൂമി കുംഭകോണത്തിനെതിരെയുള്ള സമരത്തിലൂടെയും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയുള്ള സമരത്തിലൂടെയും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപത. പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും നമ്മൾ ഉണ്ടാക്കി. തീർച്ചയായിട്ടും ആഗോള കത്തോലിക്ക സഭയിൽ പുതിയ വഴികൾ വെട്ടിത്തുറന്നവരാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും മുന്നേറ്റക്കാരും. പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും പുതിയ സമരമാർഗങ്ങളും അവരുണ്ടാക്കി. അതൊരു പരിധി വരെ മാനസികമായി നോക്കിയാൽ വിജയിച്ചു. വിമതരും മുന്നേറ്റക്കാരും ഒരു പരിധി വരെ വിജയിച്ചു. ഇപ്പോൾ അതാണല്ലോ സഭാ നേതൃത്വം നടപ്പാക്കുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങളാണ് നടപ്പാക്കുന്നത്. അപ്പൊ വിമതരും വട്ടോളിയും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ് ഈ ഇപ്പോഴത്തെ സഭാ നേതൃത്വം നടപ്പാക്കുന്നത്. അപ്പൊ അവരുടെ സമരമാർഗങ്ങളും പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ രീതികളും സമരമാർഗങ്ങളൊക്കെ മാനുഷികമായി നോക്കിയാൽ വിജയിച്ചിട്ടുണ്ട്. അവർ അത് വിജയിച്ച് നിൽക്കുന്നുവെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് പുറമേക്ക് തോന്നുന്നത്. അതായത് വിമത വൈദികരും മുന്നേറ്റക്കാരും വിജയിച്ച് നിൽക്കുന്നു എന്നൊരു പ്രതീതിയുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും എറണാകുളത്ത് ഇപ്പോൾ പ്രശ്നങ്ങളില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വന്നാൽ പിന്നെ സമരങ്ങളും ജാഥകളും നാട്ടിലുണ്ടാകില്ലെന്ന് പറഞ്ഞതുപോലെ വിമത വൈദികരും അല്ലെങ്കിൽ അവരെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ സഭാ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ സമരമാർഗങ്ങളൊക്കെ ഇല്ലാണ്ടായി, പുതിയ മാർഗങ്ങളൊക്കെ. അപ്പൊ അവരുടെ ഈ പുതിയ കീഴ്വഴക്കങ്ങളും സമരമാർഗങ്ങളും പുതിയ രീതികളെല്ലാം അവർ ഉണ്ടാക്കിയത് അതെല്ലാം ഒരു നിലയ്ക്ക് വിജയിച്ചു. എങ്കിലും ഈ വിജയത്തിലും വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും ഒരു തോൽവി മണക്കുന്നുണ്ട്. ചത്താൽ പോലും ഏകീകൃത കുർബാന ചൊല്ലില്ലെന്ന് വാശി പിടിച്ചവര് സത്യവിശ്വാസികൾ മുമ്പിൽ തോറ്റുപോയിരിക്കുകയാണ്. സത്യവിശ്വാസികൾക്ക് ആ വിജയം ആഘോഷിക്കാനായിട്ട് തയ്യാറായില്ലേ സത്യവിശ്വാസികൾ? അതുകൊണ്ട് അതിന്റെ ക്രെഡിറ്റ് വേറെ ചില ആളുകൾ എടുത്തിട്ടുണ്ട്. എങ്കിലും സത്യവിശ്വാസികൾ ഇതുപോലെ ഉറച്ചു നിന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോ പറഞ്ഞിരിക്കുന്ന ഈ ഉച്ച കഴിഞ്ഞുള്ള ഒരു കുർബാന ഉണ്ടല്ലോ, ഏകീകൃത കുർബാന, അതുപോലും കിട്ടുമായിരുന്നില്ല. അത് തങ്ങളുടെ വിജയമാണ് എന്ന് സത്യവിശ്വാസികൾക്ക് ആഘോഷിക്കാനായിട്ട് തയ്യാറായില്ല. അവർ പൂർണ്ണ വിജയം കാത്തിരിക്കുകയാണ്. അതുവരെ ആഘോഷിക്കണമെന്ന് കരുതിയിട്ട്. അതുകൊണ്ട് ഇതിന്റെ ക്രെഡിറ്റ് വേറെ ചില ആളുകളെല്ലാം കവർച്ച ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സഭ ആത്മഹത്യ ചെയ്താൽ പോലും സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന ദുർവാശി മധുബഹയിൽ കയറി പ്രതിജ്ഞ എടുത്തിട്ടുള്ളവരാണ് വിമത വൈദികര്. ആ പ്രതിജ്ഞയോട് സത്യസന്ധത പുലർത്തിയത് വട്ടോളി മാത്രമാണ്. ചത്താലും സഭയുടെ കുർബാന ചൊല്ലില്ല എന്ന ദുർവാശി അല്ലെങ്കിൽ ആ സത്യപ്രതിജ്ഞ, അതിനൊരു സത്യസന്ധത പുലർത്തിയത്
വട്ടോളി മാത്രമാണ്. അതുകൊണ്ടാണ് പുള്ളി രാജിവെച്ചത്. രാജി എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഏതിൽ നിന്നാണ്, എന്തിൽ നിന്നാണ്, അതൊക്കെ അത് ആർക്കാണ് രാജി കൊടുത്ത് അവർ തീരുമാനിക്കട്ടെ. അതേസമയം നമുക്കെല്ലാം കേട്ടിട്ടുള്ളതാണെങ്കിലും ഈ വട്ടോളി ഇത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടും വിമതരിത് ആവർത്തിക്കുന്നത് കൊണ്ടും, അതായത് പുതിയ സമരമാർഗങ്ങൾ, പുതിയ രീതികൾ, പുതിയ വഴികൾ, പുതിയ കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമുക്ക് പെട്ടെന്നൊന്ന് ഓടിച്ച് കാണേണ്ടതുണ്ട്. കാരണം ഈ പുതിയ കീഴ്വഴക്കങ്ങളും പുതിയ സമരമാർഗങ്ങളും പുതിയ രീതികളും എന്തൊക്കെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ആഗോള കത്തോലിക്ക സഭയ്ക്ക് കൊടുത്തത്? ഒന്ന്, സഭാ തലവനെതിരെ വ്യാജരേഖ നിർമ്മിക്കുക. അതൊരു വ്യാജരേഖ നിർമ്മിക്കുക, ഫോർജറി ഡോക്യുമെന്റ്. എന്നിട്ട് കോടതിയിൽ കേസ് നടക്കുകയാണ്. സഭയുടെ തലവനെതിരെയാണ്. ഈ സൂയിയൂരിസ് എന്ന് പറഞ്ഞ സഭയുടെ തലവനെതിരെ തന്നെ. പൗരത്യ സ്ഥിരസംഘത്തിന്റെ തലവന്റെ കോലം കത്തിക്കുക. വത്തിക്കാനിൽ പാശ്ചാത്യ സഭയും പൗരത്യ സഭകൾക്കും കാര്യാലയങ്ങളുണ്ട്. പാശ്ചാത്യ സഭയെ ലത്തീൻ സഭയെ നയിക്കാനായിട്ട് ഒരു സംവിധാനമുണ്ട്. മാർപ്പാപ്പ അതിന്റെ തലപ്പത്ത്, പൗരത്യ സഭകള് അതിന്റെ തലപ്പത്ത് പൗരത്യ സ്ഥിരസംഘത്തിന്റെ തലവനാണ്. ആ തലവന്റെ കോലം കത്തിക്കുക. മാർപ്പാപ്പ ഡെലഗേറ്റിനെ കുപ്പിയെറിയുക. അദ്ദേഹത്തിന് കലിക്കുന്ന കർത്താവിനെ അവമാനിക്കുക. സഭാ തലവനെതിരെ ഇല്ലാത്തൊരു കുംഭകോണം കേസ്, ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കിയെടുക്കുക. ബസിലിക്ക കയ്യേറി 2 ദിവസം നീളുന്ന ആഭിചാര കുർബാന അർപ്പിക്കുക. കുർബാനയിൽ സംബന്ധിക്കുന്നവരെ പെപ്പർ സ്പ്രേ അടിക്കുക. കള്ളക്കേസുകളും ഇല്ലാത്ത പെണ്ണ് കേസുകളും ഉണ്ടാക്കി അവരുടെ എന്താ പറയുക, അവരുടെ മൊറയില്, അവരുടെ വീര്യം ഇല്ലാണ്ടാക്കുക. കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന വന്യവൈദികനെ ഉന്തിയിട്ട് തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടുക. നൈജീരിയയിൽ സുഡാപ്പികൾ ചെയ്യുന്നത് ഇവിടെ പാപ്പ വിരുദ്ധരായ ആളുകൾ ചെയ്യുക. എന്നിട്ട് പാപ്പ വിരുദ്ധരായ മെത്രാന്മാര് അതിന് സപ്പോർട്ട് ചെയ്യുക. നൈജീരിയയിൽ സുഡാപ്പികൾ ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് സഭയുടെ ഉള്ളിലുള്ള ആളുകളാണ്. സഹപാഠിയുടെ അറിവോടെ അങ്കമാലിയിൽ സമരം നടത്തുക. അത് പൊളിഞ്ഞുവെന്ന് കണ്ട് അരമനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ച് അരമന കയ്യേറി നിലത്ത് കിടന്ന് ഉരുളുക. ഒടിയാത്ത കൈ വെച്ചുകെട്ടി ടി വി ചാനലിന് മുമ്പിൽ അഭിനയിക്കുക, ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് ഒന്നും അറിയാത്ത മട്ടില് ഈ സഹപാഠി വന്നിട്ട് ആരോടും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കൂലിയായി മാറ്റുമെന്ന് ഉറപ്പ് കൊടുക്കുക. എന്നിട്ട് നിങ്ങള് ജനാഭിയ കുർബാന ഞാൻ നിങ്ങൾക്ക് ചൊല്ലിച്ച് തരാം, നിങ്ങൾക്കത് ആക്കിത്തരാം, നിയമാനുസൃതമാക്കി തരാം എന്ന് വാക്ക് കൊടുക്കുക. പുതിയ കീഴ്വഴക്കങ്ങളാണ് ഇവർ സൃഷ്ടിച്ചത്. ചരിത്രം ആവർത്തിക്കുന്ന തരത്തിൽ ഉദയംപേരൂരിലെ വൈദേശിക കുർബാന കിട്ടാൻ വേണ്ടി ഹമാസിനെ പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ ചെയ്യുന്നത് പോലെ പെണ്ണുങ്ങളെ ബന്ദികളാക്കി, മതബകയില് ബന്ദികളാക്കി അവർ ഉപയോഗിക്കുക. ഇപ്പോഴാകട്ടെ സഭയുടെ കുർബാനയ്ക്ക് പകരം ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് ആവശ്യപ്പെടുന്നത് ഒരു സഭയുടെ തലവനും വികാരിയും കൂരിയായും. ഇത് തീർത്തും പുതിയ കീഴ്വഴക്കമാണ്. ഒരു സഭയുടെ തലവൻ തന്നെ ഇല്ലിസിറ്റ് കുർബാന വേണമെന്ന് പറയാം, അദ്ദേഹത്തിന് വികാരി മെത്രാപ്പോലീത്ത അത് നടപ്പാക്കുക. ആഗോള കത്തോലിക്ക സഭയിൽ ഇത് കേട്ടുകേൾവിയില്ലാത്തതാണ്, ഈതപ്പരിന്റെ മുണ്ടാകാത്തതാണ്. വട്ടോളി പറഞ്ഞത് സത്യം തന്നെ. കോടതി കുറ്റം വിധിക്കുന്നതിന് മുമ്പ് ക്രിമിനൽ കൂരിയ എന്ന് വിധി പ്രസ്താവിച്ച് അത് പ്രചരിപ്പിക്കുക പുതിയ സമരമാർഗമാണ്. സർക്കുലർ വായിക്കുന്നതിന് പകരം കത്തിക്കുന്ന ഏർപ്പാട്, പിന്നെ അത് കുപ്പക്കുഴിയിലേക്ക് പ്രദക്ഷിണമായി കൊണ്ട് കുപ്പക്കുഴിയിൽ ഇടുന്ന ഒരു ഏർപ്പാട്, ഇതെല്ലാം പുതിയ സമരമാർഗങ്ങളാണ്. ഇങ്ങനെ ഇവർ ചെയ്യുന്നത് തിരിച്ചറിഞ്ഞിട്ടാണ് കത്തിക്കാൻ പറ്റാത്ത വീഡിയോ സന്ദേശം മാർപ്പാപ്പ ചെയ്തത്. വീഡിയോ സന്ദേശം സർക്കുലർ കത്തിക്കുകയാണുള്ളത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് വെളിവിൽ നിന്ന് പ്രചരിപ്പിച്ചു. കത്തോലിക്ക സഭയുടെ കടുത്ത ശത്രുക്കൾ പോലും ചെയ്യാൻ അറക്കുന്ന നടപടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ചെയ്തത്. മാർപ്പാപ്പ തന്നെ 4 പ്രാവശ്യം ഈ അതിരൂപതയുടെ അനുസരിക്കാൻ പറഞ്ഞു, കേട്ടില്ല. ഇപ്പോഴും കേട്ടിട്ടില്ല. ഇപ്പോൾ പിന്നെ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഈ നേതൃത്വം, സീറോ മലബാർ സഭയുടെ നേതൃത്വമാണ് മാർപ്പാപ്പ അനുസരിക്കേണ്ടതില്ല എന്നുള്ള മട്ടില് പെരുമാറുന്നത്. മുന്നേറ്റക്കാരനിൽ നിന്നും മുണ്ടാടിൽ നിന്നും നേതൃത്വം സഹപാഠിയിലേക്ക് എത്തിയിരിക്കുന്നു. വട്ടോളി നഷ്ടം മുണ്ടാടനും മുന്നേറ്റക്കാരനും മാത്രം. ഇപ്പോ വിമതരുടെ നേതൃത്വം മുന്നേറ്റക്കാരനിലും മുണ്ടാടനിലും അല്ല, സഹപാഠിയിലാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരെ ഒരു ഗുണ്ടാ സംഘമായി. ഇതിലൂടെയൊക്കെ അതൊരു പുതിയ രീതിയാണ്. ആരെയും കണക്ക് ബോധിപ്പിക്കാതെ അഴിമതി ചെയ്തും പള്ളിയിൽ നിന്ന് പണം കട്ടെടുത്തും സ്വർണം കട്ടെടുത്തും പുറത്തെ ശക്തികളിൽ നിന്ന് ദ്രവ്യം പറ്റിയും സഭയെ ഉള്ളിൽ നിന്ന് തകർക്കാൻ ശ്രമിക്കുന്നത് ഈ വിമത ഗുണ്ടാ സംഘമാണ്. ഇപ്പോൾ അവരുടെ നേതൃത്വത്തിലുള്ളത് 2 മെത്രാന്മാരാണ്. സഭയുടെ തലപ്പത്തിരിക്കുന്ന 2 മെത്രാന്മാര്.
ഭൂമി കുംഭകോണത്തോടു കൂടിയാണ് പുതിയ സമരമാർഗങ്ങളും പുതിയ കീഴ്വഴക്കങ്ങളും എറണാകുളം അങ്കമാലി രൂപത സൃഷ്ടിച്ചെടുത്തതെന്ന് വട്ടോളി പറയുന്നു. സർക്കാർ തന്നെ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് നിയമവിരുദ്ധമായി ഒന്നും നടന്നിട്ടില്ല. സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ സർക്കാർ ബോധിപ്പിച്ചിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയ്ക്കും പള്ളികൾക്കും ബാധകമായ കാനൺ നിയമപ്രകാരവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചട്ടങ്ങൾ പ്രകാരവുമാണ് ഭൂമി വാങ്ങാനും വിൽക്കാനും തീരുമാനിച്ചതെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ പല വീഡിയോസിൽ മുമ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. പണ്ട് ഈ സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷനും ഇതേക്കുറിച്ചുള്ള വിശദീകരണക്കുറിപ്പെല്ലാം എഴുതിയിരുന്നു. ഈ കേസിൽ ഒരു മെറിറ്റുമില്ലെന്നാണ് പഠിച്ചവരെല്ലാം പറയുന്നത്. ഇനി മെറിറ്റ് ഉണ്ടെന്ന് കരുതുക, അത് കോടതി നിശ്ചയിക്കട്ടെ. ഇനി അതിൽ മെറിറ്റ് ഉണ്ടെന്ന് കരുതുക. ഇങ്ങനെയാണോ ആ സഭയിലെ മെത്രാന്മാരും വൈദികരും അൽമാരും പ്രതികരിക്കേണ്ടിയിരുന്നത്? തങ്ങളുടെ സഭയുടെ തലവനെ മൃഗീയമായി വേട്ടയാടുന്ന സാഹചര്യം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പുതിയ കീഴ്വഴക്കം, പുതിയ സമരമുറ, പുതിയ സമര രീതികള് ഇവർ ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്നുള്ളത് ശരിയാണ്. എന്താണ്? ഇല്ലാത്ത ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കി ഒരു സഭയുടെ തലവൻ മൃഗീയമായി വേട്ടയാടുക. അദ്ദേഹം രാജിവെച്ചാൽ ഞങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് വത്തിക്കാൻ അറിയിക്കുക. രാജിവെച്ച് കഴിഞ്ഞപ്പോൾ കുർബാന ചൊല്ലാതിരിക്കുക. ഇങ്ങനെ കബളിപ്പിക്കലിന്റെ, വഞ്ചിക്കലിന്റെ, ചതിക്കലിന്റെ ഒരു നിര തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപത. ഗംഭീരായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം ആയുസ് തരികയാണെങ്കിൽ ഇതെല്ലാം അക്കമിട്ട് ഞാൻ ചരിത്രരേഖകൾ എഴുതി വെക്കും, നിങ്ങളുടെ പേര് സഹിതം. ഒരു സംശയമൊക്കെയുണ്ട്. ഈ സമരത്തിന്റെ പുതിയ മാർഗങ്ങള്, പുതിയ കീഴ്വഴക്കങ്ങൾ, പുതിയ രീതികൾ, സമരമാർഗങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ വട്ടോളിയും വിമതരും മുന്നേറ്റക്കാരും എന്തേ നിങ്ങളുടെ മൂക്കിന് താഴെയുള്ള കളമശ്ശേരിയിലെ കണ്ണായ ഏക്കർ കണക്കിന് സ്ഥലം, സഭയുടെ സ്ഥലം സുഡാപ്പികൾ കയ്യേറി കുടില് കെട്ടി കഞ്ഞിവെച്ച് അവരുടേതായി സ്ഥാപിക്കാൻ നോക്കിയപ്പോൾ എന്തേ മിണ്ടാതിരുന്നത്? എന്തേ ഈ സമരമാർഗങ്ങളിൽ ഇല്ലാതിരുന്നേ? വിമതന്മാർ ഒരുത്തന്റെയും വായിൽ നാക്കില്ലല്ലോ. ഇപ്പോ ചാനൽ ചർച്ചയ്ക്ക് പോകുന്നുണ്ടോ? റോഡിൽ കിടന്നു മറിഞ്ഞുള്ള പുത്തൻ സമര രീതികളുണ്ടോ? പള്ളികള് പേപ്പറുകൾ കത്തിക്കാൻ വേണ്ടി കത്തിക്കുന്ന ഏർപ്പാട്, ആൾക്കാരുടെ മുതലക്കണ്ണീര്, വിഴുപ്പലക്കല്, ഇത് വല്ലതുണ്ടോ? ഇപ്പോ നിങ്ങളുടെ മൂക്കിന് താഴെയാണ് സഭയുടെ ഏക്കർ കണക്കിന് ഭൂമി ചൂടാപ്പികൾ കയ്യേറിയത്. അപ്പോ നിങ്ങളുടെ ഈ സമരമാർഗങ്ങള് സഭയുടെ, സീറോ മലബാർ സഭയെ തകർക്കാൻ വേണ്ടിയുള്ള ആസൂത്രിത നീക്കമാണ്. ഇതേക്കുറിച്ച് ഈശോ മിശിഹ നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ മാർപ്പാപ്പ: കള്ളപ്രവാചകന്മാരും ജനത്തിനിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കൾ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴച്ചു കയറ്റി, നാശകരമായ മതഭേദങ്ങളെ, പാറക്കാട്ടിൽ പിതാവിന്റെ ഒക്കെ മതഭേദം, ഓംകാരവും പിന്നെ ഖുർആൻ വായിച്ചുള്ള കുർബാന, അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴച്ചു കയറ്റി തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. ഇത് വട്ടോളിക്കും വിമതർക്കും മുന്നേറ്റക്കാർക്കുമുള്ള ആദ്യത്തെ മാർപ്പാപ്പയുടെ കത്താണ്. അവർ നാശകരമായ മതഭേദങ്ങളെ രഹസ്യത്തിൽ നുഴച്ചു കയറ്റി തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവർത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും. അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്കുകൾ പറഞ്ഞ് നിങ്ങളെ കച്ചവടം ചെയ്യും. അവർക്ക് പൂർവ്വകാലം മുതലുള്ള ന്യായവിധി, അതായത് മുമ്പേ നിശ്ചയിക്കപ്പെട്ട ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ വിനാശകൻ ഉറങ്ങുന്നില്ല. 2 പത്രോസ് 2-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയാണ്. മാർപ്പാപ്പ, സഭ യേശുക്രിസ്തു നിയമിച്ച ആദ്യത്തെ മാർപ്പാപ്പയുടെ വാക്കുകളാണിത്. വട്ടോളിയുടെ 12-ാമത്തെ കാരണത്തിൽ നമ്മൾ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം, നിയമനിർമ്മാണവും നിയമവ്യാഖ്യാനവും നിയമം നടപ്പിലാക്കുന്നതും ഒരാളിൽ കേന്ദ്രീകരിക്കുന്ന ഏറ്റവും പിന്തിരിപ്പനായതും ചീഞ്ഞഴുകുന്നതുമായ ഒരു വ്യവസ്ഥിതിയാണിത്. ഈ വ്യവസ്ഥിതിയിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റൂ, അവൻ എത്ര വിശുദ്ധനാണെങ്കിലും. അതായത് കത്തോലിക്ക സഭയുടെ ഈ നിയമനിർമ്മാണ രീതി, നിയമവ്യാഖ്യാന രീതി, നിയമം നടപ്പിലാക്കുന്ന രീതി, ഇത് ചീഞ്ഞഴിഞ്ഞൊരു വ്യവസ്ഥിതിയാണെന്നാണ് വട്ടോളി പറയണേ. അദ്ദേഹം പറയുന്നത് ജനാധിപത്യമാണ് ഏറ്റവും നല്ലതെന്നാണ്. ജനാധിപത്യത്തിൽ പ്രശ്നങ്ങളില്ലെന്നാണ് അദ്ദേഹം പറയണേ. അതായത് അവിടെ
നിയമം നിർമ്മിക്കുന്നത് ഒരു കൂട്ടര്, നിയമം വ്യാഖ്യാനിക്കുന്നത് കോടതികൾ, നിയമം നടപ്പാക്കുന്ന എക്സിക്യൂട്ടീവ്. അങ്ങനെയാണോ ശരിക്കും നടക്കുന്നത്? ആണോ? ഇപ്പൊ നമ്മൾ വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു പരാതി നടക്കുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കേസിന് പോകാത്തതെന്നാണ് പലരും ചോദിക്കുന്നത്, പ്രത്യേകിച്ചും BJP-ക്കാർ ചോദിക്കുന്നത്. ഒരു നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്ന് ഈ പാർലമെന്റിൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഒരാൾക്കും കേസ് കൊടുക്കാൻ പറ്റില്ല. അവർ റിട്ടയർ ചെയ്താലും പറ്റില്ല. ക്രിമിനൽ കുറ്റം ചെയ്താലും കേസ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ നിയമം ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇതൊക്കെ നടപ്പാക്കിയത്. ഇതേക്കുറിച്ച് വിശദമായി പറയേണ്ട കാര്യമില്ല. അപ്പോ നിയമം നിർമ്മിക്കുന്നതും നിയമം വ്യാഖ്യാനിക്കുന്നതും നിയമം നടപ്പാക്കുന്നതും ഒക്കെ നിയമനിർമ്മാതാവായ ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അത് പ്രജാധിപത്യത്തിലാണെങ്കിലും ജനാധിപത്യത്തിലാണെങ്കിലും. പിന്നെ ഒരു ആശ്വാസമുള്ളത് വേണമെങ്കിൽ കുറച്ച് കൊല്ലം കഴിയുമ്പം ഒരു ഇലക്ഷൻ വരുമെന്നുള്ളതാണ്. പക്ഷേ ഇലക്ഷൻ പ്രോസസ് തന്നെയാണ് ഇതുപോലെ സ്വാധീനിക്കുന്നതെങ്കിലോ? അപ്പോൾ മാനുഷികമായ പുഴുക്കത്തുകളുള്ള ഒരു സംവിധാനമാണ് ഈ ലോകത്തുള്ളത്, എവിടെയാണെങ്കിലും. ഈ കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് അത് ജനാധിപത്യമല്ല, പക്ഷേ അതിനകത്ത് പരിശുദ്ധാത്മാവിന് റോളുണ്ട്. ഏത് തിന്മയെ പോലും ഇപ്പൊ നമ്മൾ തിന്മയെന്ന് വിചാരിക്കുന്നത്, പുറത്തേക്ക് തിന്മയെന്ന് വിചാരിക്കുന്നത് അത് നന്മയാക്കി മാറ്റും. ഇപ്പൊ ചാർലി കിർക്കിനെ അവിടെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്രിസ്ത്യാനികളെ മൊത്തത്തിൽ അടിച്ചൊതുക്കാമെന്നാണ് അവർ വിചാരിച്ചത്, ക്രിസ്ത്യൻ മൂല്യങ്ങളെ. അതാണോ ഉണ്ടായത്? അല്ല. തിന്മയായിട്ട് തോന്നിയ സംഗതിയിലൂടെ ദൈവം നന്മ ഉണ്ടാക്കുകയാണ്. ഒരാളുടെ ജീവൻ പോയെങ്കിലും അതിലൂടെ 10,000-കണക്കിന് ലക്ഷക്കണക്കിനോ ആളുകളാണ് സഭയിലേക്ക് വരുന്നത്, പള്ളിയിലേക്ക് പോകുന്നത്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അപ്പൊ പ്രത്യക്ഷത്തിൽ നമ്മൾ ഈ തിന്മയെന്ന് കണ്ടെങ്കിലും നന്മയുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. അപ്പോൾ ആത്യന്തികമായി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിലേക്ക് തുറന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് കത്തോലിക്ക സഭയിലേത്. തീർച്ചയായിട്ടും സഭയുടെ ആത്മാവ് പരിശുദ്ധാത്മാവാണെങ്കിലും അതിന്റെ ശരീരം മാനുഷികമായതിനാൽ അതിൽ പോരായ്മകളുണ്ട്. ശരീരത്തിന് പോരായ്മയുള്ളതുപോലെ സഭയിലെ സംവിധാനത്തിന് പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കാനൻ നിയമങ്ങളൊക്കെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ സ്ഥിരം ഉള്ളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും പുറമെ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനം കത്തോലിക്ക സഭയ്ക്കുണ്ട്. അത് വേണം താനും. എന്ന് വെച്ചാൽ സഭയുടെ വിശ്വാസവും പരിപൂർണമല്ല, എല്ലാം തികഞ്ഞതല്ല, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രചോദനത്തിലാകുന്നത് കൊണ്ട് നമ്മൾ നേരായ വഴിക്ക് പോകുമെന്നുള്ളൊരു ഉറപ്പാണത്. അതിന് പറ്റിയ തരത്തിൽ കാലാകാലങ്ങളിൽ ദൈവം നമുക്ക് മാർപ്പാപ്പന്മാരെയും നേതാക്കന്മാരെയും നൽകിയിട്ടുണ്ട്. ചില മാർപ്പാപ്പന്മാരൊക്കെ പഴിച്ചു പോയിട്ടുണ്ട്, ചില സഭാ നേതൃത്വത്തിലുള്ളവരും പഴിച്ചു പോയിട്ടുണ്ട്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് സഭയെ നശിപ്പിക്കാനായിട്ട് കഴിയില്ല. കാരണം അത് കർത്താവ് സ്ഥാപിച്ചതാണ്. കർത്താവ് നൽകിയ ഒരു സംവിധാനമാണ് ഇപ്പൊ നമ്മൾ കൊണ്ട് നടക്കുന്നത്. ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തതല്ല. തീർച്ചയായിട്ടും നമ്മൾ പല ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി യേശുക്രിസ്തു നൽകിയൊരു മാതൃകയാണ്. യേശുക്രിസ്തു ഒരു ശിഷ്യനോട് വളരെ അടുപ്പമുണ്ടായിരുന്നു. 3 പേരെ പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്നു. പിന്നെ 12 സ്ലീഹന്മാരുണ്ടായിരുന്നു. അതിനേക്കാൾ കൂടുതൽ അപ്പസ്തലന്മാരുണ്ടായിരുന്നു, പൗലോസും കൂട്ടരൊക്കെ, ബർണബാസൊക്കെ. പിന്നെ 70-72 ശിഷ്യന്മാരുണ്ടായിരുന്നു. 500-ലധികം ശിഷ്യന്മാരുണ്ടായിരുന്നു. പിന്നെ 5000 പേര്, 4000 പേര്, 3000 പേര്, അങ്ങനെ 12000. പിന്നെ അങ്ങനെ പോകുകയാണ്. അപ്പോൾ ഈ ഒരു സംവിധാനം കർത്താവ് സൃഷ്ടിച്ചതാണ് ഈ സംവിധാനം. അതിന്റെ കുറച്ച് വിശദാംശങ്ങൾ നമ്മൾ കാലാന്തരത്തിൽ കാലം മുന്നോട്ട് പോയപ്പോൾ സംസ്കൃതയുടെ വെളിച്ചത്തില് സ്ലീഹന്മാർ നൽകിയ അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിതിട്ടുണ്ട്. അത് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിലാണ്. അത് നിരന്തരം പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്, വിശദീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സംവിധാനമാണ് കത്തോലിക്ക സഭയുടേത്. ഈ കർത്താവ് സ്ഥാപിക്കുമ്പോൾ തന്നെ അതിന്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. കർത്താവ് വെള്ളത്തിന് മീതെ നടക്കുന്ന കണ്ടപ്പോൾ പത്രോസിന് നടക്കാൻ തോന്നി. കർത്താവ് അനുവദിച്ചു. പത്രോസ് മാത്രമാണ് വെള്ളത്തിന് മീതെ നടക്കാൻ ശ്രമിക്കുന്നത്. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കാറ്റും കോളൊക്കെ അടിക്കുന്നത് കണ്ട് പത്രോസിന്റെ വിശ്വാസത്തിൽ കുറവുണ്ടായി, കീഴ്പോട്ട് പോയി. അപ്പോഴും അയാളുടെ വായിലൊരു ഒരു ഒരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ രക്ഷിക്കണേ. കർത്താവ് കൈനീട്ടി അവനെ രക്ഷിച്ചു. ഇത് സഭയുടെ ഒരു രീതിയാണ്. സഭ പലപ്പോഴും വീണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവെ രക്ഷിക്കണേ. അപ്പൊ കർത്താവ് കൈനീട്ടി രക്ഷിച്ചു. ഇവരെക്കാൾ അധികം ദൈവികമായ സ്നേഹത്തെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ് പത്രോസിന് കർത്താവ് ചോദിച്ചത്. അഗാപ്പ എന്നാണ് ചോദിച്ചത്. അഗാപ്പാവോ? പത്രോസ് മറുപടി പറഞ്ഞത് അഗാപ്പ വെച്ചിട്ടല്ല, ദൈവസ്നേഹം ഉണ്ടെന്നല്ല പറഞ്ഞത്, ദൈവികമായ സ്നേഹം ഉണ്ടെന്നല്ല പറഞ്ഞത്. ഫീലയോ, സ്നേഹത്തിനോടുള്ളൊരു പ്രിയം, സുഹൃത്തിനോടുള്ള പ്രിയമാണ് എനിക്ക് നിന്നോടുള്ളൂ. എനിക്ക് അത്ര പറയാൻ പറ്റുന്നുള്ളൂ. ദൈവികമായ സ്നേഹത്താൽ ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, ഒരു സുഹൃത്തിനോടുള്ള പ്രിയമാണ് എനിക്കുള്ളത്. ഫീലയോ, കർത്താവിന് അതറിയാം. എന്നിട്ടും സഭയുടെ ഇടയനായിട്ട് കർത്താവ് അവന് വാഴിച്ചു. എന്റെ ആടുകളെ മേയ്ക്കുക, ചെമ്മരിയാടുകളെ മേയ്ക്കുക, പെണ്ണാടുകളെ മേയ്ക്കുക എന്നൊക്കെ പറഞ്ഞു. ചുരുക്കത്തില്
ഈ പോരായ്മയുള്ള ഒരു നേതൃത്വത്തെ തന്നെയാണ് കർത്താവ് കണ്ടത്. മനുഷ്യർക്കൊക്കെ പോരായ്മയുണ്ട്. ഈ പോരായ്മ ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടാകുമെന്നാണ് ഈ വട്ടോളി വിചാരിക്കുന്നത്, ജനാധിപത്യം വന്നാൽ. എന്നിട്ട് ആ ജനാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത്. അപ്പോൾ വട്ടോളിക്ക് ഒക്കെയുള്ള പ്രശ്നം കിടക്കുന്നത് ഏത് വ്യവസ്ഥിതിയെയും എതിർക്കുക എന്നുള്ളതാണ്. ഏത് വ്യവസ്ഥിതിയെയും. ഈ വട്ടോളിയുടെ കൂട്ടത്തിലുള്ള ഒരു അച്ഛൻ ഞങ്ങളുടെ രൂപതയിലുണ്ടായിരുന്നു. ഞാൻ ഒരു പള്ളിയിൽ കൊച്ചത്തിനായിരിക്കുമ്പോൾ ആ ഫൊറോനയിൽപ്പെട്ട കാറ്റഗിസന്റെ ഫൊറോന ഡയറക്ടറായിരുന്നു. എന്റെ വികാരി അച്ഛൻ വളരെ ഇത്രയും സ്നേഹസമ്പന്നനും ശക്തനും വിവരമുള്ളവനും സ്നേഹമുള്ളവനുമായിട്ട് ഒരാളെ വികാരിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. എന്റെ മുമ്പത്തെ വികാരിച്ചനായിരുന്നു, ഞാൻ അച്ഛനാവുന്നതിന് മുമ്പ് എന്നെ ചോദിച്ചു കൊണ്ടുപോയതാണ് കൊച്ചച്ഛനായിട്ട്. അപ്പൊ അവിടെ ഇരിക്കുമ്പോൾ ഈ വട്ടോളിയുടെ കൂട്ടത്തിലുള്ള ഒരു അച്ഛനാണ്. അങ്ങോട്ട് എപ്പോൾ വന്നിട്ടും പറയും ഈ വ്യവസ്ഥ തെറ്റാണ്, ഈ വ്യവസ്ഥ തെറ്റാണ്, കാറ്റഗറിസ്റ്റിലും ഒക്കെ വന്ന് പറയുകയാണ്. അപ്പോൾ ഒരു ദിവസം ഞാൻ വികാരിച്ചോട് പറഞ്ഞു, ഞാനൊരു നമ്പർ ഇടാൻ പോവാണ്. അച്ഛൻ പറഞ്ഞ ചെയ്തോളം പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഭയങ്കര അപ്പനും മോനെന്ന് വിളിച്ചിരുന്നു, അത്ര അടുപ്പായിരുന്നു. പുള്ളീനെ പൂവുമ്പോഴെന്ന് വിളിച്ചിരുന്നു, അത്ര തൂ വെള്ളിയായിരുന്നു. എന്റെ കളർ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ എന്നിട്ട് പോലും ഞങ്ങൾ അപ്പനും മോനെന്ന് വിളിച്ചിരുന്നത്, കാരണം അത്ര ഞങ്ങൾ ഹൃദയൈക്യമുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്ന കാര്യം അച്ഛന് മനസ്സിലാകും, അച്ഛൻ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലാകും. അപ്പൊ അച്ഛൻ എന്നോട് പറഞ്ഞോളം പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഫൊറോന വികാരിയാണ് ഇരിക്കുന്നത്, ഫൊറോന ഡയറക്ടറാണ് ഞാൻ. നമ്മുടെ ഫൊറോനയിൽ അച്ഛൻ പറയുന്ന തരത്തിൽ നമുക്കിത് നടപ്പാക്കാം. അച്ഛൻ എന്താണ് ഇപ്പോഴത്തെ വ്യവസ്ഥിതി തെറ്റാണെന്ന് പറയുന്നു, ശരി, എന്ത് വ്യവസ്ഥിതിയാണ് വേണ്ടത്? അപ്പൊ പുള്ളി പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കണം. ശരി, അടുത്ത മീറ്റിംഗിൽ, അടുത്ത മാസം നമുക്ക് ഡേറ്റ് തീരുമാനിക്കാം. ആ മീറ്റിംഗിൽ അച്ഛന്റെ ആദർശത്തിലുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാൻ പറഞ്ഞു. അതായത് ഇപ്പോഴുള്ള വ്യവസ്ഥിതി തെറ്റാണ്, പുതിയൊരു വ്യവസ്ഥിതി നമ്മുടെ ഫൊറോനയിൽ നമുക്ക് കൊണ്ടുവരാം. ഫൊറോന വികാരിച്ചിരിക്കണു, ഞാൻ ഫൊറോന ഡയറക്ടർ, നമ്മുടെ ഫൊറോനയിൽ നടപ്പാക്കാന്ന് പറഞ്ഞു. 1 വർഷവും 9 മാസവും ഞാൻ ആ പള്ളിയിലുണ്ടായിരുന്നു കൊച്ചച്ഛനായിട്ട്. ഇതിന് ശേഷം ഒരൊറ്റ മീറ്റിംഗിലും ഈ അച്ഛൻ പങ്കെടുത്തിട്ടില്ല. ഞാനവിടെ മാറിപ്പോകുന്നത് വരെയും. എന്താ കാര്യം? വ്യവസ്ഥിതിയെ കുറ്റപ്പെടുത്തുന്നു. പുതിയ ഏത് വ്യവസ്ഥിതിയാണ് ഉള്ളത് അത് അവരുടെ കയ്യിലില്ല. വ്യവസ്ഥിതിയെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ ഏത് വ്യവസ്ഥിതിയാണ് ഇതിനൊക്കെ നല്ലതെന്നും പറയാൻ അവരുടെ കയ്യിലില്ല. ഇത് കമ്മ്യൂണിസത്തിന്റെ ഒരു രീതിയാണ്. ഞാൻ പണ്ട് ഈ കുടുംബങ്ങളെക്കുറിച്ച് EMSനോട് ഒരു ലേഖനം ചോദിച്ചു. കമ്മ്യൂണിസം, അതായത് ശരിക്കും നിങ്ങൾ പറഞ്ഞ സോഷ്യലിസം വന്നാൽ അന്ന് കുടുംബങ്ങൾ എങ്ങനെയായിരിക്കും? EMS എനിക്കൊരു ലേഖനം എഴുതി. അത് പ്രേമം മരണത്തെ പോലെ ശക്തം എന്ന് പറഞ്ഞ എന്റെ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഞാനത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ. അപ്പൊ അദ്ദേഹം അതിന് എഴുതിയിരിക്കുന്നത്, സോഷ്യലിസം വരുമ്പോൾ കുടുംബങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അന്നത്തെ സമുദായം തീരുമാനിക്കും, ഇപ്പൊ പറയാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. EMS നമ്പൂതിരിപ്പാടിന്റെ കാര്യം പറയുന്നത്. സോഷ്യലിസം വന്നു കഴിയുമ്പോൾ അന്നത്തെ കുടുംബം എങ്ങനെയായിരിക്കുമെന്ന് അന്ന് തീരുമാനിക്കും, ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല. കാര്യം മനസ്സിലായ? ശരിക്കുള്ള ബോധ്യമില്ല. സോഷ്യലിസം വരൂല്ല, കുടുംബം എങ്ങനെ ഉണ്ടാവുമെന്ന് പറയാനും പറ്റില്ല. ഒരു നിലവിലുള്ള വ്യവസ്ഥയെ തച്ചുടക്കുക. ഇതാണ് വട്ടോളിയും വിമതരും പറയുന്നത്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തെ കുറിച്ച് അവർക്ക് പറയാനില്ല. അതേസമയം വിമതരും വട്ടോളിയും ഇപ്പൊ പറയുന്ന ഒരു കാര്യത്തോട് ഞാൻ യോജിക്കുകയാണ്. അതായത് ഇപ്പൊ ഞങ്ങൾ യോജിക്കുകയാണ്, സത്യവിശ്വാസികള്, സഭയോടുള്ളത്. ഇപ്പോഴത്തെ സഭാ നേതൃത്വം ഏകാധിപത്യപരമാണ്, അധികാര കേന്ദ്രീകൃതമാണ്, തിരുവായ്ക്ക് എതിർവ ഇല്ലാത്തതാണ്, ചോദ്യം ചെയ്യപ്പെടില്ലാത്തതാണ്, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഒരു ബാധ്യത ഇല്ലാത്തതാണ്. വട്ടോളി അത് മുമ്പത്തെ ഇതിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൽ ഇത് ചേരും. ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാലത്തും സഭയ്ക്ക് നല്ല നേതൃത്വം കിട്ടിയിട്ടില്ല. ചില മാർപ്പാപ്പന്മാരെ പഴിച്ചു പോയിട്ടുണ്ട്. അതുപോലെ സീറോ മലബാർ സഭയിലും പിഴവുണ്ടായിട്ടുണ്ടാകാം. ഇപ്പോഴത്തെ നേതൃത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നണേ, സത്യവിശ്വാസത്തിലേക്ക് അങ്ങനെയാണ് തോന്നണേ. അതിന് കാരണം വളരെ സിമ്പിളാണ്. ഈ സുറിയാനി സഭ എന്തെന്ന് അറിയാത്തവരാണ് നേതൃത്വത്തില്. ഈ പൗരത്യ സഭ എന്ന് കേട്ടാൽ കലി തുള്ളുന്ന പുസ്തകം അങ്ങനെ പൗരത്യ സഭകളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വലിച്ചെറിയുന്ന ഒരാളാണ് സഭയുടെ തലപ്പത്ത് പോന്നിരിക്കുന്നത്. അപ്പൊ സുറിയാനി സഭയുടെ താല്പര്യമില്ലാത്ത ഒരാളെ തലപ്പത്ത് കൊണ്ടുവന്നു. തിരുവചനങ്ങൾ വിശ്വസിക്കാത്ത ആളെ അല്ലെങ്കിൽ ആളുകളെ തലപ്പത്ത് കൊണ്ടുവന്നു. അപ്പോൾ മാർപ്പാപ്പയുടെ തീരുമാനങ്ങൾക്കെതിരെയാണ് അവർ നിൽക്കുള്ളൂ. കാരണം സുറിയാനി സഭയെക്കുറിച്ച് അവർക്ക് അറിയില്ല, അറിഞ്ഞാലും താല്പര്യമില്ല, തിരുവചനങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോ പിന്നെ മാർപ്പാപ്പ പറഞ്ഞാൽ അവർക്ക് വിലയുണ്ടാകുമോ? തിരുവചനങ്ങൾ വിശ്വസിക്കുകയും സഭയുടെ സ്നേഹമുള്ളവർക്കല്ലേ മാർപ്പാപ്പയോടൊക്കെ ബഹുമാനം ഉണ്ടാകുള്ളൂ. മാത്രമല്ല, മുന്നേറ്റക്കാരും വിമത ഗുണ്ടകളും കൂടെ ഉണ്ടെന്ന ധാർഷ്ട്യമുണ്ട് താനും. അതായത് എന്തിനും പോന്ന പുതിയ സമരമാർഗങ്ങളും പുതിയ രീതിയിലും പുതിയ കീഴ്വഴക്കങ്ങളൊക്കെ സൃഷ്ടിച്ചിരിക്കുന്ന മുന്നേറ്റക്കാരും ഗുണ്ടകളും വിമത ഗുണ്ടകളും അവരുടെ കൂടെയുണ്ട്. ആ ധാർഷ്ട്യമുണ്ട്. നമ്മൾ എന്താണ് ഇതിന് മറുപടി പറയേണ്ടത്? ഈ
സഭയെ സ്നേഹിക്കുന്ന നേതാവിനോ നേതാക്കന്മാർക്കോ സുറിയാനി പാരമ്പര്യത്തെക്കുറിച്ച് വെളിവില്ലെങ്കിൽ, സഭാസ്നേഹം ഇല്ലെങ്കിൽ, അദ്ദേഹത്തിന് പിന്നാലെ പോകുന്നവർക്കും പോകുന്നവരും വെളിവില്ലാത്തവരാകില്ലേ? സഭാസ്നേഹമില്ലാത്തവരാകില്ലേ? അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് എന്നെ പോലുള്ളവർ ശ്രമിക്കുന്നത്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി എന്നിട്ട് ഇന്ത്യയുടെ താല്പര്യത്തെക്കാൾ പാകിസ്ഥാന്റെ ഇഷ്ടത്തിനൊത്ത് തുള്ളുക എന്ന് വിചാരിക്കുക. എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ? ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി, പക്ഷെ ഇന്ത്യയിലെ ആളുകളുടെ താല്പര്യങ്ങളല്ല പാകിസ്ഥാന്റെ താല്പര്യങ്ങളാണ് ഇവിടെ നടപ്പാക്കുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇപ്പൊ നമുക്ക് സീറോ മലബാർ സഭ സംഭവിച്ചിരിക്കുന്നത്. ദേശരാഷ്ട്രമായാലും സാമ്രാജ്യങ്ങളായാലും സംസ്കൃതികളായാലും സഭയായാലും സമുദായമായാലും സംഘടനയായാലും അതിന്റെ തകർച്ച സംഭവിക്കുന്നത് ശത്രുക്കളുടെ പുറത്തുനിന്നുള്ള ശത്രുക്കൾ ആക്രമണത്തെക്കാൾ അകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. ഈ അകത്തെ പുഴുക്കുത്തുകൾ, ആ പുഴുക്കുത്തുകൾക്ക് മരുന്ന് തെളിക്കാത്തതാണ് പ്രശ്നം. പിന്നെ വട്ടോളി അറിഞ്ഞോ അറിയാതെ ഒരു സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചത് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ശിക്ഷിക്കപ്പെടാത്തതാണ്. കറക്റ്റ്. വട്ടോളി ശിക്ഷിച്ചിട്ടുണ്ടോ? എന്തുമാത്രം നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അവഗണിച്ചിരിക്കുന്നു. വിമതരെ ശിക്ഷിച്ചിട്ടുണ്ടോ? മുന്നേറ്റക്കാരെ ശിക്ഷിച്ചിട്ടുണ്ടോ? മുന്നേറ്റക്കാരെയും വിമതരെയും വട്ടോളിക്ക് ശിക്ഷിച്ചിരുന്നെങ്കിൽ ആ ശിക്ഷ എന്ന് പറയുന്നത് ശിക്ഷണമാണ്. ഹെബ്രായ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പന് ശിക്ഷണമേൽക്കാത്ത, ശിക്ഷിച്ച് തിരുത്തൽ വരുത്താത്ത ഏത് മകനാണുള്ളത്? ഈ ഇന്നായിരുന്നെങ്കിൽ അങ്ങനെ എഴുതില്ലായിരുന്നു ഹെബ്രായ ലേഖന കർത്താവ്. കാരണം എറണാകുളമുണ്ട്. പിതാവ് ശിക്ഷിച്ച് തിരുത്താത്ത ഒരു മകനുണ്ട്. എറണാകുളം അങ്കമല അതിരൂപതയിൽ വിമത വൈദികരും മുന്നേറ്റക്കാരും. ഈ പ്രശ്നം പണ്ടേക്ക് മട്ട തീർന്നാനെ അവരെ ശിക്ഷിച്ച് തിരുത്തിയിരുന്നെങ്കിൽ, വിശ്വാസികളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് അവർ വേദവിപരീതം പഠിപ്പിച്ച് അവർ മാർപ്പാപ്പയ്ക്കെതിരെ തിരിച്ച് ഈ വൈദിക ഗുണ്ടകള് ഇപ്പോൾ സഭയുടെ തലവനും മുകളിലുള്ള ഒരു ഭരണ കേന്ദ്രമായി മാറിയിരിക്കുന്നു. വട്ടോളി പറഞ്ഞ ആ സോഷ്യലിസം, കമ്മ്യൂണിസം വന്നു കഴിഞ്ഞു. അതായത് ഈ വിശ്വാസികളുടെ ഉള്ളിൽ സ്ഥിരമായി വിഷം കുത്തിവെച്ച് അവർ വേദവിപരീതം പഠിപ്പിച്ച് അവരെ മാർപ്പാപ്പയ്ക്കെതിരെ തിരിച്ച് അങ്ങനെ ഈ വൈദിക ഗുണ്ടകളും മുന്നേറ്റക്കാരും സഭയുടെ തലപ്പത്തെ പോലും, സഭയുടെ തലവനെ പോലും നിയന്ത്രിക്കുന്ന ഒരു മാഫിയ സംഘമായി മാറിയിരിക്കുന്നു. അതിനായി അവർ ഉപയോഗപ്പെടുത്തിയത് ബലിപീഠമാണ്. ബലിപീഠം. അതുകൊണ്ട് തന്നെ ആ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ദൈവത്തിങ്കിലേക്ക് നോക്കാൻ കഴിയില്ല. ഈ ബലിപീഠം ഉപയോഗിച്ചിട്ടാണ് ദൈവത്തിനെതിരെ, മാർപ്പാപ്പയ്ക്കെതിരെ, സഭയ്ക്കെതിരെ ഇവർ പ്രസംഗിച്ച് ജനങ്ങളിൽ വിഷം കുത്തിവെച്ചത്. ആ ആൾക്കാരിൽ നിന്നുകൊണ്ട്, ബലിപീഠത്തിൽ നിന്നുകൊണ്ട് അവർക്ക് ദൈവത്തെ നോക്കാൻ പറ്റില്ല. കാരണം പിശാച് കുരിശ് കണ്ടതുപോലെയാണ് ഈ വിമത വൈദികർക്ക്, മുന്നേറ്റക്കാർക്ക് കർത്താവിങ്കിലേക്ക് തിരിയുന്നത്. അവർക്ക് കർത്താവിങ്കിലേക്ക് തിരിയാൻ പറ്റാത്ത വിധം അവർ അഹങ്കാരികളായി മാറുക മാത്രമല്ല, പിശാചുക്കളായി മാറുകയാണ് ചെയ്തത്. അവരുടെ പൈശാചികത മാറ്റാൻ കർത്താവിന് ശക്തിയുണ്ട് എന്നൊരാശ്വാസത്തിൽ മാത്രമാണ് നമ്മൾ ആശ്രയിക്കുന്നത്. കർത്താവ് എങ്ങനെയാണ് ആ ശക്തി ഉപയോഗിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കർത്താവ് ശക്തി കാണിക്കണം. ഇവരിൽ കുടിയേറിയിരിക്കുന്ന ഈ ധാർഷ്ട്യവും അഹങ്കാരവും മാത്രമല്ല, ഈ പിശാചബാധ, ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റാത്ത വിധമുള്ള ഈ പിശാചബാധ, ആ പിശാചബാധയെ ഒഴിവാക്കാൻ കർത്താവ് തന്റെ പരിശുദ്ധാത്മന ശക്തി പ്രയോജനപ്പെടുത്തട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.